അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ജീവിത ഘട്ടങ്ങൾ 5 എണ്ണമാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണേ നിങ്ങൾ. അതിൽ അമൽ ചെയ്യാനുള്ള ഘട്ടമാണ്. എന്തെങ്കിലും സുകൃതങ്ങൾ ചെയ്യേണ്ട ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ വസിക്കുന്നത്. ഇത് 2ാം ജീവിത ഘട്ടമാണ്. ആലമുദ്ദുന്യ, ഭൗതികമായ ലോകം. 5 ജീവിത ഘട്ടങ്ങളിലാണ് നമുക്കുള്ളത്, മനുഷ്യർക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. 1 ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. നമ്മൾ ഇന്നീ കാണുന്നതായ ശരീരമില്ലാതെ നമ്മുടെയൊക്കെ ആത്മാവിനെ മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടുകയും നമ്മുടെയൊക്കെ ആത്മാക്കളോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കരാറുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. എന്താണ് ഞാൻ പറഞ്ഞത്? നല്ലതുപോലെ ശ്രദ്ധിക്കണം. 5 ജീവിത ഘട്ടങ്ങൾ നമുക്കുണ്ട്. അതിൽ 1ാം കാലഘട്ടം നമുക്ക് കഴിഞ്ഞുപോയി. ആ 1ാം കാലഘട്ട ജീവിതത്തെ പറ്റിയാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം എന്നാണ് ആ കാലഘട്ട ജീവിതത്തെ പറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അവിടെ നമ്മൾ ഇന്നീ കാണുന്നതായ ശരീരമൊന്നുമില്ല, എൻ്റെ ഇല്ല, നിങ്ങളുടെ ഇല്ല. നമ്മുടെയൊക്കെ റൂഹുകൾ, അർവാഹുകൾ മാത്രമായിട്ടാണ് അവിടെ സംഗമിച്ചത്. 1000 കൊല്ലക്കണക്കിന് വർഷങ്ങൾ നമ്മളവിടെ ജീവിച്ചിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെയൊന്നും ആത്മാക്കൾ മാത്രമാണ്, ശരീരമില്ലാതെയാണ് അവിടെ സംവദിച്ചത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അൽ-അർവാഹു ജുനൂദുൻ മുജന്നദാ ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫാ വമാ തനാകറ മിൻഹാ ഇഖ്തലഫാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മാക്കൾ വ്യത്യസ്ത രൂപമാണ്, ഭാവമാണ്, കോലമാണ്. പ്രിയപ്പെട്ട സഹാബ, അറിയണേ, മനുഷ്യൻ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു ജീവിതം അവന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ആലമുൽ അർവാഹാണ്, ആത്മാക്കളുടെ ലോകമെന്ന ലോകമാണ്. നമ്മൾ ഇന്നീ കാണുന്ന ശരീരമില്ലാതെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളെ മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. എന്നിട്ട് ആത്മാക്കളോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, സമ്മതിക്കുകയാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? ഖാലൂ ബലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുസവിധത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെ ആത്മാവിനെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹു ചോദിച്ച ചോദ്യമാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, പരിപാലകനല്ലയോ? ഖാലൂ ബലാ. എല്ലാ ആത്മാക്കളും ഒന്നടങ്കം സമ്മതിക്കുകയാണ്, അതെ അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സർവേശ്വരൻ, നീയാണ് ഞങ്ങളുടെ സർവാധിപതി. അല്ലാഹ് അന്ത റബ്ബുനാ വ ഇലാഹുനാ. എല്ലാ മനുഷ്യരും ഒന്നടങ്കം അല്ലാഹുവിൻ്റെ തിരുസവിധത്തിൽ വെച്ചുകൊണ്ട് അവരുടെ ആത്മാക്കൾ സമ്മതം മൂളി എന്ന് വിശുദ്ധമായ ഖുർആൻ ആയിരുന്നു. ആത്മാക്കളുടെ ലോകം, ആലമുൽ അർവാഹ്. അവിടെ നമ്മൾ 1000 കൊല്ലക്കണക്കിന് വർഷം നമ്മുടെയൊക്കെ ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 2ാം കാലഘട്ട ജീവിതമാണ് ഇപ്പോൾ നമ്മൾ വസിക്കുന്നതായ ദുന്യാവ്. ശരിക്കും മനസ്സിലാക്കണേ,
ഇത് നമ്മുടെ രണ്ടാം കാലഘട്ട ജീവിതമാണ്. മൊത്തത്തിൽ എത്ര ജീവിതമുണ്ട്? 5 ജീവിതഘട്ടങ്ങളുണ്ട്. ഒന്നാം കാലഘട്ട ജീവിതം ആലമുൽ അർവാഹ്, 2 ദുന്യാവ്, ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ലോകം. ഇവിടെ നമ്മുടെ ആയുസ് എത്രയാ? എന്റെ സമുദായത്തിന്റെ ആയസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമുദായത്തിന്റെ ആയസ് മുത്തുനബി പറയാൻ. കാരണം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായത്തിന് 1000-ഉം 2000-ഉം 5000-ഉം ഒക്കെ വർഷം ജീവിച്ചതായ ആളുകളുണ്ട്. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-ന്റെയും 70-ന്റെ ഇടയിലാണ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലഘട്ട ജീവിതമേ നമുക്ക് ഈ ദുന്യാവിൽ ഉള്ളൂ, ഇവിടെ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. അടിയുണ്ടാവൂല, വഴക്കുണ്ടാവൂല, ഒച്ചപ്പാടുണ്ടാവൂല, കുടുംബജീവിതം റാഹത്താവും, അയൽവക്ക ബന്ധം ശാക്തീകരിക്കും, സാമൂഹ്യ ബന്ധം ശ്രദ്ധിക്കും, സമുദായത്തിൻ്റെ മക്കളായി തന്നെ നിലകൊള്ളും, ഇസ്ലാമിൻ്റെ ചര്യകളെ പരിപൂർണമായി മുറുകെ പിടിക്കും, നിസ്കരിക്കും, നോമ്പ് നോക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും, പാവങ്ങളുടെ കണ്ണീരൊപ്പം എല്ലാ സുഹൃതങ്ങൾക്കും അവൻ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തും. എന്ത് മനസ്സിലാക്കിയാൽ ഈ ദുന്യാവ് കുറഞ്ഞ കാലഘട്ടമുള്ളൂ എന്ന് ഉറപ്പിച്ചാൽ, നമ്മുടെ മനസ്സിലത് ഉറയ്ക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം. വാപ്പ മരിച്ചു കിടക്കുമ്പോഴും ജനാസയുടെ ചാരത്തിരുന്ന് സെൽഫി എടുത്തത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ വെമ്പൽ കൊള്ളുന്നതാകുന്ന തലമുറയായി നമ്മുടെ തലമുറ മാറ്റപ്പെട്ടു. കാരണം ഇനിയും ഒരുപാട് ആയുസ് എനിക്കുണ്ട് എന്ന ചിന്തയിലാണ് അവനത് പോസ്റ്റ് ചെയ്യുന്നത്. അടുത്ത സെക്കൻഡിൽ നിന്നെയും ഇതുപോലെ കൊണ്ടുപോയി കടത്തുമെന്നുള്ള ചിന്ത നമ്മുടെ മനോമുകുരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ ദുന്യാവ് നശ്വരമാണ്, ഈ ദുന്യാവ് നശ്വരമാണ്, നശിക്കുന്ന ലോകമാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനോമുകുരത്തിൽ ഇല്ലാതായി പോയി. അതാണ് പ്രശ്നം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ആലമുൽ ബർസഖ്, ഖബറെന്ന ഭയാനകമായ ലോകമാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് മാന. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. തഴവാ ഉസ്താദിന്റെ വരികൾ അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തട്ടെ. ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നീ പോകേണ്ടതാകുന്ന ലോകമാണ് ഖബർ. അടുത്ത സെക്കൻഡിൽ നീ അതിനു വേണ്ടി തയ്യാറാവണം. സഹോദരങ്ങളെ, ആരാണ് അതിനു വേണ്ടി തയ്യാറായവർ? ചിന്തിക്കൻ. 3ാം ഘട്ട ജീവിതമാണ് അടുത്ത നമ്മുടെ ജീവിതം, ഖബറാണ്. ചിന്തിക്കണം, അവിടെ എത്ര കാലം ഉണ്ടാവും? ദുന്യാവ് പോലെ 60-70 വയസ്സുണ്ടാകുമോ? അതല്ല 1ാം കാലഘട്ട ജീവിതം പോലെ 1000 കൊല്ലക്കണക്കിന് വർഷം ജീവിക്കുമോ? ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. ഓരോരുത്തരുടെയും ഖബറിലെ ആയുസ് വ്യത്യസ്തമാണ്. നമ്മുടെയൊക്കെ വാപ്പ, ഉമ്മ, സഹോദരൻ, സഹോദരി, ബന്ധുക്കൾ, വല്യുപ്പ, വല്യുമ്മ മരണപ്പെട്ടു പോയവരെ ചിന്തിക്കിൻ. അവരുടെ മുഖകമലം ഒന്ന് കൊണ്ടുവരിൻ മനസ്സിൽ. അവരുടെ ആ മരണച്ച ദിവസം ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. എത്ര നാളായി മരണപ്പെട്ടിട്ട്? വാപ്പയും ഉമ്മയും ഒരേ സമയത്താണോ മരിച്ചത്? അല്ല, വ്യത്യസ്തമാകുന്ന സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ, കൊല്ലങ്ങളിൽ.
ഖബറിലുള്ളതാകുന്ന ജീവിതം ഓരോരുത്തർക്കും വ്യത്യസ്തമായ സമയങ്ങളായിരിക്കും. ചിലർക്ക് 5 കൊല്ലം, ചിലർക്ക് 10 കൊല്ലം, ചിലർക്ക് 1000 കൊല്ലം. അല്ലേ? ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടോട്ട് പരിശോധിച്ചു നോക്കിയാൽ വർഷങ്ങളായി ഖബറിൽ കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ അടുത്ത കാലഘട്ട ജീവിതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഇപ്പോഴും ഖബറിലാണ്. അവരുടെ ലോകം അതാണ്, ഖബറാണ്, ആലമുൽ ബർസഖ്. ദുന്യാവാകുന്ന 2ാം ഘട്ട ജീവിതത്തിൻ്റെയും 4ാം ഘട്ട ജീവിതത്തിൻ്റെയും ഇടയിലുള്ള മറയുടെ ലോകം. അവിടെ അവരങ്ങനെ വസിക്കുകയാണ്, കഴിയുകയാണ്. അടുത്ത ഒരു കാലഘട്ടത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഇനി അവിടെ നിന്നാണ് പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. ആലമുൽ ഹശറാണ്. 4ാം ഘട്ടം മഹ്ശറയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4ാം ഘട്ടമാണ് മഹ്ശറ. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3ാമത്തെ ഊത്തോടുകൂടി ഖബർ പിളർന്ന് ജനങ്ങൾ മഹ്ശറയിലേക്ക് ഓടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ. മഹ്ശറ, അവിടെ നിന്ന് 5ാം ഘട്ടത്തിലേക്ക് ആളുകളെ തരം തിരിക്കും. മൊത്തം എത്ര ഘട്ടമാണ് നമ്മൾ പറഞ്ഞത്? 5 ജീവിത ഘട്ടം. 1ാമത്തത് ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. 2 നമ്മൾ ഇപ്പോൾ വസിക്കുന്ന ദുന്യാവ്. 3ാമത്തത് ഖബർ ജീവിതം. 4ാമത്തത് മഹ്ശറ വൻസഭ. അവിടെ നിന്ന് അള്ളാഹു നമ്മളെ തിരിക്കും. വഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തെളിക്കും. അള്ളാഹു സ്വർഗാവകാശികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ സ്വർഗാവകാശിയും നരകാവകാശിയുമായി 2 പാർട്ടായി അള്ളാഹു തിരിക്കും. വഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക്, മറ്റൊരു വിഭാഗം ആളുകൾ നരകാവകാശികളായി അള്ളാഹു തരം തിരിക്കുകയാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണേ നിങ്ങൾ. ആരാണ് സ്വർഗാവകാശികൾ? ഈ ദുന്യാവാകുന്ന ഇപ്പോൾ വസിക്കുന്നതായ ഈ കാലഘട്ട ജീവിതത്തിൽ നിസ്കരിച്ചവൻ, നോമ്പ് നോറ്റവൻ, സക്കാത്ത് കൊടുത്തവൻ, ഹജ്ജ് ചെയ്തവൻ, പാവങ്ങളുടെ കണ്ണീരൊപ്പിയവൻ, നിരാലംബർക്ക് അവലംബമായവൻ, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തവൻ, റിലീഫ് പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയവൻ, വിധവകൾക്ക് അത്താണിയായി വർത്തിച്ചവൻ, യതീം മക്കളുടെ തലയിൽ തലോടി അവർക്ക് വേണ്ടുന്ന സംരക്ഷണം നൽകിയവൻ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന് വസ്ത്രം നൽകി സഹായിച്ചവൻ, സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നവന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് അവനെ വിരുന്നോട്ടിയവൻ, അവന് അൽ ജന്ന, പവിത്രമാക്കപ്പെട്ടതായ സ്വർഗം അള്ളാഹു 5ാം ഘട്ടത്തിൽ ശാശ്വതമായി കൊടുക്കുകയാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അത് കിട്ടിയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഈ ചോമ്പാല ഗ്രാമത്തിൽ ഈ കടപ്പുറത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു കൂരയിൽ വസിക്കുന്നു നീ. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നു, പ്രളയം പേടിച്ച് നിലകൊള്ളുന്നു, സാമ്പത്തികമായി ഞെരുക്കങ്ങളും പ്രയാസങ്ങളും നിനക്കുണ്ട്. പല വള്ളത്തിലും ഫൈബറിലും കയറിക്കൊണ്ട് വർഷങ്ങളായി ജോലി ചെയ്യുന്നു. വേണ്ട രീതിക്കുള്ളതാകുന്ന സാമ്പത്തികമാകുന്ന അടിത്തറ നിനക്കുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ നിലയ്ക്കും നീ പ്രയാസത്തിലാണ്. എന്നാലും നിനക്ക് സ്വർഗം നാളെ അള്ളാഹു നൽകിയാൽ, സ്വർഗാവകാശിയായി നീ എത്തിപ്പെട്ടാൽ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല. ഏറ്റവും വലുതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്തു ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബർ തന്ന പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി
കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയ കാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കരായി ലഭിച്ചെങ്കിലേ ഇവിടുന്നു ക്ലേശം സാരമില്ല നിന്നിലേ. ആഖിറം നിനക്ക് സ്വർഗമാണെങ്കിൽ ഈ ദുന്യാവിൽ എന്ത് പ്രയാസമുണ്ടായാലും നീ വിഷമിക്കേണ്ടതില്ല. ഇവിടെ നിനക്ക് സാമ്പത്തികമായ പ്രതിസന്ധിയാണ്. ഇവിടെ വർഷങ്ങളായിട്ട് നല്ല ഒരു ജോലിയില്ല, ഉള്ള ജോലിക്ക് നല്ല ഒരു വേതനവുമില്ല, ശമ്പളവുമില്ല. സാമ്പത്തികമായി ഞെരുക്കത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ചോർന്നൊലിക്കുന്നതാകുന്ന മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കൂരയിലാണ്. പ്രളയത്തെ പേടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. കടൽക്കരയിൽ ചെറിയ നിലയ്ക്കുള്ള വീട് വെച്ചുകൊണ്ട് വസിക്കുന്നവനാണ്. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. നിനക്ക് നാളെ ആഖിറത്തിൽ സ്വർഗമുറപ്പായാൽ നീ ഈ ദുന്യാവ് നിസാരമായി എഴുതിത്തള്ളി. കാരണം ഇവിടെ എത്ര ആയുസുള്ളൂ? ഇവിടെ 60-70 വയസ്സുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു. പക്ഷെ എന്ത് വേണം? ഈ 60-70 വയസ്സുള്ള ഈ കാലയളവിലാണ് ഇവിടെയാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്, നോമ്പ് നോൽക്കേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത്, റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടത്, പാവങ്ങളുടെ കണ്ണീരൊപ്പേണ്ടതൊക്കെ ഇവിടെയാണ്. ഇവിടെ എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ഒന്നും ചെയ്യാതെ മാറിയിരുന്ന് സിനിമയും കണ്ട് സീരിയലും കണ്ട് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകളും കണ്ട് രാത്രിയുടെ യാമങ്ങളെ കണ്ണു നട്ടങ്ങനെ ഇരുന്നാൽ അൽ ജന്നത്തു, സ്വർഗമല്ല നിനക്ക് അല്ലാഹു നൽകുന്നത്, വന്നാർ, കത്തിച്ചൊലിക്കുന്ന നരകമാണ്, വംതാസുല്ലോമ അയ്യുഹൽ മുജ്രിമൂൻ. നിസ്കരിക്കാത്ത മാനവ, നോമ്പ് നോൽക്കാത്ത മനുഷ്യ, സക്കാത്ത് കൊടുക്കാത്ത സഹോദര, പാവങ്ങളുടെ കണ്ണീരപ്പാത്ത ഉമ്മ, നിരാലംബർക്ക് അവലംബമാകാത്ത സഹോദര, വിധവകൾക്ക് അത്താണിയായി വർത്തിക്കാത്ത മുഅ്മിനത്തെ മുഅ്മിനെ, അന്നാർ, കത്തിജ്വലിക്കുന്ന നരകം അല്ലാഹു നിനക്ക് നൽകുമെന്നും നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ 5ാം കാലഘട്ട ജീവിതം എന്ന് പറയുന്നത് ദുന്യാവാകുന്ന ഇഹലോകത്ത് സുഹൃതം ചെയ്തവന് സ്വർഗം, തെറ്റ് ചെയ്തവന് നരകം. ഇനി ഒന്നുകൂടി തിരിച്ചു വരിക, ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ വസിക്കുന്നത് 2ാം കാലഘട്ട ജീവിതം. ഇവിടെ എന്തെങ്കിലും ചെയ്താലാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ ആഖിറത്തിൻ്റെ ഘട്ടങ്ങളിലും രക്ഷ കിട്ടുക. പരലോകമെന്ന് പറയുന്നത് സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഇവിടെ ചെയ്യണം. ദുന്യാവാകുന്ന ഈ കാലയളവിൽ നന്മ ചെയ്യണം. ഇവിടെ നന്മ ചെയ്താൽ അടുത്ത ഘട്ടം മുതൽ സന്തോഷമാണ്. അടുത്ത ഘട്ടം ഏതാ? ഖബർ. അതിനടുത്ത ഘട്ടം 4ാം ഘട്ടം ഏതാ? മഹ്ശറ. അവിടെയും രക്ഷയാണ്. അവിടുന്ന് നേരെ കൊണ്ടുപോകും സ്വർഗത്തിലേക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം? ഇവിടെ എന്തെങ്കിലും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇല്ലെങ്കിൽ അദാബാണ്. മറ്റുള്ള എല്ലാ ജീവിതഘട്ടങ്ങളിൽ നിന്ന് ഏറ്റവും നിസ്സാരമായതാണ് നിങ്ങളിപ്പോൾ വസിക്കുന്ന ദുന്യാവ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുന്യാവ് മറ്റുള്ള കാലഘട്ടങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ 1ാം കാലഘട്ടമാകുന്ന ആത്മാക്കളുടെ ലോകം, അടുത്ത ഖബർ ജീവിതം, മഹ്ശറ, ഇതിലേക്കെല്ലാം ചേർത്ത് നോക്കിയിട്ട് ഏറ്റവും നിസ്സാരമായ ജീവിതമാണ്, കുറഞ്ഞ കാലഘട്ട ജീവിതമാണ് ദുന്യാവ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കുറഞ്ഞ സമയം മാത്രം ഇവിടെ ജീവിച്ചാൽ മതി. ആ ജീവിച്ച കാലയളവിൽ പ്രായപൂർത്തി എത്തിയ തലം മുതൽ നീ ഇബാദത്തുകൾക്ക് ശ്രദ്ധ വെച്ചാൽ മതി. അപ്പോൾ നിന്റെ ആയുസ് ഒന്നുകൂടി കുറഞ്ഞു. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ പിന്നെ എങ്ങനെയാണ് നരകത്തിൽ എറിയാതിരിക്കുക? മനസ്സിലായില്ലേ? ഏറ്റവും കുറഞ്ഞ കാലഘട്ടമാണ്, 60-70 വയസ്സ് മാത്രമാണ് ദുന്യാവിൽ നമുക്കുള്ളത്. ആ കുറഞ്ഞ കാലയളവിൽ എങ്കിലും അള്ളാഹു ഇബാദത്ത് എടുക്കണ്ടേ? എടുത്താൽ നിനക്ക് അള്ളാഹു 5ാം ഘട്ടം വരെ സന്തോഷം, സ്വർഗം നിനക്ക് ശാശ്വതമായി നൽകുകയാണ്. ഈ കാലയളവിൽ സുഹൃതം ചെയ്തില്ല എങ്കിൽ നരകം ഉറപ്പാണ്. മറ്റുള്ള കാലഘട്ടങ്ങളൊക്കെ നിസ്സാരമാണ്. ഖബറിൽ എത്ര നാളുണ്ടാകുമെന്ന് ഉറപ്പാക്കാൻ പറ്റൂല. മഹ്ശറയിൽ ഒരു മനുഷ്യൻ നിലകൊള്ളുക,
അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 വർഷമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة في يوم كان مقداره 50,000 سنة. മഹ്ശറയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ 50,000 കൊല്ലമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മഹ്ശറയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ 50,000 വർഷമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇവിടെ എത്ര നാൾ നമ്മൾ ജീവിച്ചത്? 50, 60, 70 വയസ്സ് കാലഘട്ടം. നമ്മൾ മഹ്ശറയിൽ എത്ര നാൾ നിൽക്കണം? 50,000 വർഷം നിൽക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സിലായോ? ഇവിടെ ആകെ ജീവിച്ചത് 50, 60 വയസ്സ് മാത്രം. ഇതിന്റെ ഹിസാബ് പറയാൻ മഹ്ശറയിലെ ഒരു ദിവസം എത്രയാ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ 50,000 വർഷമാ, 50,000 കൊല്ലമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് മഹ്ശറ? മഹ്ശറ എവിടെയാണ്? മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയല്ലയോ, ഭാര്യയല്ലയോ? അല്ലാഹുവിന്റെ റസൂലിന് അവസാനത്തെ ഇണയായി തുണയായി അല്ലാഹു നൽകിയതായ ഭാര്യയല്ലയോ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ? മഹദി അവറുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നബിയേ, നബിയേ, അഫ്തിനാ അനിൽ ബൈത്തുൽ മഖ്ദസി. പരിശുദ്ധമാക്കപ്പെട്ട ജെറുസലേമിലെ പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഒന്നറിയിച്ചു നൽകുമോ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന മൈമൂന ബീവിയോട് പറയുകയാ, ഹിയ അർദുൽ മഹ്ശരി വ അർദുൽ മൻശരി. മൈമൂന, പലസ്തീനിന്റെ തെരുവോരങ്ങൾ നാളെ മഹ്ശറയിലേക്ക് അല്ലാഹു മാറ്റുന്നതായ ഘട്ടമുണ്ടാവും. നാളെ മഹ്ശറയാണ്, മഹ്ശറയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ മൂന്നാമത്തെ ഊത്തൂതുമ്പോ ثم نفخ فيه أخرى فإذا هم قيام ينظرون. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് നടത്തുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ജനങ്ങൾ പോകുന്നത് ഫലസ്തീനിലേക്കാണ്, ഫലസ്തീനിലേക്കാ. പവിത്രമായ മസ്ജിദുൽ അഖ്സയുടെ പരിസരം നാളെ മഹ്ശറയായി മാറ്റുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അഫ്തിനാ അനിൽ ബൈത്തുൽ മഖ്ദസി, പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയെ കുറിച്ച് പറഞ്ഞു തരണേ റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഭാര്യ ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, ഹിയ അർദുൽ മഹ്ശരി വ അർദുൽ മൻശരി.
ജനങ്ങളെ ഖബർ പിളർന്ന് ഒരുമിച്ച് കൂട്ടുന്നതായ സ്ഥലമാണ്, മഹ്ശറയാണ് ഫലസ്തീൻ. ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നിലകൊള്ളുന്നതായ വിചാരണയുടെ ലോകമാണ് ഫലസ്തീൻ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ലോകം മുഴുവനും ഉറ്റുനോക്കുന്നതായ ഫലസ്തീനിൻ്റെ മണ്ണാണ് നാളെ മഹ്ശറ. അവിടെ വെച്ചാണ് ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും വിചാരണ ചെയ്യുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കണം നമ്മൾ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സൂർ എന്ന കാഹളത്തിലൂടെ ഇസ്രാഫിൽ അലൈഹിസ്സലാം ഊതുക 3 പ്രാവശ്യമാണ്. എത്ര പ്രാവശ്യമാണ്? അല്ലാന്ന് പറയാൻ ഒരാളും ഉണ്ടാവൂല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒന്ന് പറഞ്ഞെല്ലാവരും അല്ലാഹു അല്ലാഹു അല്ലാഹ് ചൊല്ലിക്കാന്ന്. ഉറക്കെ ചൊല്ല് അല്ലാഹു അല്ലാഹു അല്ലാഹ്. പോരാ, ചോമ്പാല കടപ്പുറത്തുള്ള മുഅ്മിനീങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആവേശം പോരാ. ഒന്നുകൂടി ചൊല്ലണേ. അള്ളയല്ലേ വിളിക്കുന്നത്, എന്തിനാ മടിക്കുന്നത്? അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഈ ഒരു ശബ്ദം അണയുന്നതായ ഘട്ടം വരുമ്പോൾ ലോകം അവസാനിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാന്ന് പറയാൻ ഒറ്റൊരുത്തനുണ്ടാവൂല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈ ഒരു ബാങ്കിന്റെ മുഴക്കം അവസാനിക്കുമ്പോ ലോകം അവസാനിക്കുകയാണ്, അവസാനിക്കുകയാണ്. ലാ തഖൂമു സ്സാഅ. ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ. അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് ഈ ഭൂമുഖത്ത് ഒരാളെങ്കിലും പറയവേ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതല്ലേ മുഹിയുദ്ദീൻ റാത്തീബിലും അതല്ലേ റിഫായി തങ്ങളുടെ റാത്തീബിലുമൊക്കെ നാം ചൊല്ലി പരിശീലിക്കുന്നത് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലേ? നമ്മൾ ചൊല്ലി പരിശീലിക്കുന്നത് അതുകൊണ്ടാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. അള്ളാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. ഒക്കെ മനസ്സിലിങ്ങനെ സ്ഥിരപ്പെടുത്താനാണ്. അള്ളാഹിൽ ലയിച്ച് നിലനിർത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹ് എന്നുള്ള ജലാലത്തിൻ്റെ ഇസ്മ നിന്റെ നാവിൻ തുമ്പിൽ എടുത്തു മാറ്റപ്പെടുമ്പോൾ ഈ ലോകം തീരുകയാണ്, അവസാനിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മരണപ്പെട്ടതാകുന്ന വ്യക്തിക്ക് വേണ്ടി 70,000 ചൊല്ലി ഹദിയ ചെയ്താൽ അവൻ്റെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലമെത്തുകയും നരകീയ മോചനമുണ്ടാവുകയും ചെയ്യുമെന്ന് ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി 70,000 തഹ്ലീൽ ചിലറില്ലേ ചെല്ലാറുണ്ട്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഈ ചോമ്പാല കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നാം നമുക്ക് വേണ്ടിയും ചൊല്ലി വെക്കണം. നമുക്ക് വേണ്ടി 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ചുരുങ്ങിയത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് ചൊല്ലിയ എല്ലാം കഴിഞ്ഞു എന്നല്ല, നമുക്ക് വേണ്ടിയെങ്കിലും ചൊല്ലി വെക്കണം. കാരണം പുതിയ തലമുറ ലഹരിക്കടിമപ്പെട്ട തലമുറയാണ്. കള്ളു കുടിച്ചും ലഹരി നുണഞ്ഞും കഞ്ചാവടിച്ചും MDMA LSD അടക്കമുള്ള മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ തലമുറ വാപ്പാക്ക് വേണ്ടി ചെല്ലുമോ 70,000 തഹ്ലീൽ? സിനിമയുടെയും സീരിയലിൻ്റെയും ലോകത്ത് കണ്ണ് നട്ടിരിക്കുന്നതായ നവതലമുറയിലെ യുവതികൾ ചെയ്യുമോ നമുക്ക് വേണ്ടി 1000 തഹ്ലീൽ? റീൽസുകൾ കളിച്ചുകൊണ്ട് നിലകൊള്ളുകയല്ലയോ, അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അതിൻ്റെ പണം കൈപ്പറ്റാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന നവതലമുറ.
എങ്ങനെയാണ് വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി ദിക്ർ ചൊല്ലുക? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ നമുക്ക് വേണ്ടി ചൊല്ലണം തഹ്ലീൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടെണ്ണേ ചെല്ലിയെങ്കിലും രണ്ടെണ്ണം വൃത്തിയായിട്ട് ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരൊക്കെ കാണിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഹാഇൻ്റെ ഉച്ചാരണമൊക്കെ വരണം. ഇല്ലെങ്കിൽ ഒരു തഹ്ലീലും സ്വീകരിക്കപ്പെടൂല. നമ്മളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പിടിച്ചോ പിടിച്ചോ ആരൊക്കെ വേണം നിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇതൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ സുന്നികൾ തന്നെ ചെല്ലുന്നതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കലല്ല ദിക്ർ. ചൊല്ലിയപ്പോൾ ഒരു ഒച്ച ഉണ്ടായിപ്പോയി, അത് പ്രശ്നമല്ല. നമ്മൾ ചെല്ലുന്നതൊക്കെ ചെല്ലി അവസാനം എത്തുമ്പോൾ ഒച്ച ഉണ്ടായ ദിക്ർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു കബൂലാക്കിയെന്നൊരു ചിന്താഗതി നമുക്കിന്ന് വന്നുപോയി. അങ്ങനെ വന്നുപോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് റാത്തീബിൻ്റെ അവസാനം എത്തുമ്പോൾ അല്ലോ ഈ ഒച്ച ഇടുന്നതാണെങ്കിൽ ആ റാത്തീബ് സൂപ്പറായിപ്പോയി. നാളെ നടത്തിയ റാത്തീബൊന്നും സുഖമില്ലായിരുന്നു. കാരണം അതെന്താ, അത് ഇങ്ങനെയൊന്നും ഒച്ചയൊന്നുമില്ല. അവർ വന്നപ്പോൾ അല്ലാഹു 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 അങ്ങനെ വിളിച്ചു, അതൊരു സുഖം. ഇത് നല്ല റാഹത്തായിരുന്നു. നല്ല ഇതാണ് നമ്മുടെ അവസ്ഥ. അതൊക്കെ മാറ്റണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചെല്ലുന്നത് വൃത്തിയാക്കണം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഖുതുബിയ തോന്നുമ്പോഴും അങ്ങനെ തന്നെ. യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അങ്ങനെ തന്നെ പറഞ്ഞു. ഇതിങ്ങനെ ചെല്ലി 1000 വിളിക്കുന്നതിനിടയിൽ പിന്നെ കേൾക്കുന്നത് യാ, ഇടയ്ക്കൊരു യാ മാത്രം. പിന്നെ അവൻ ഉണ്ടായിരിക്കുക, കാരണം ബാക്കിയുള്ളവർ ഒച്ച ഇട്ടോട്ടെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്തതിന് യാ. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പച്ചയ്ക്ക് പറയുന്നത്. ഇതൊക്കെ ചെല്ലുന്നതിന് അസിലുണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. അതിനൊക്കെ തെളിവുണ്ട്. ചെല്ലുന്നതിൻ്റെ മര്യാദകൾ പാലിച്ചു പോകണം. ഇല്ലെങ്കിൽ അതൊക്കെ നേരെ തിരിച്ചടിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. കുറേ ഒച്ചപ്പാടുണ്ടാക്കുന്നതിലല്ല കാര്യം, മനസ്സിലായോ? അള്ളാഹു പൊട്ടനല്ലല്ലോ, ബധിരനും മൂകനുമല്ല. നമ്മൾ വിളിക്കുന്ന വിളികളൊക്കെ റബ്ബു സുബ്ഹാനഹു വ തആല കേൾക്കും. അതുകൊണ്ട് ഈ ഒച്ചപ്പാടും ഉണ്ടാക്കി വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നതിലല്ല, വിളിക്കുന്നതിലും ചൊല്ലുന്നതിലും ഒക്കെ ഒരു മര്യാദ വരട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹ് എന്നുള്ളതാകുന്ന വാക്ക് തന്നെ ഈ ലോകത്തൊന്നും ഇല്ലാതാകുന്ന ഒരു ഘട്ടം വരും. അന്ന് ഈ ലോകത്തിൻ്റെ അവസാനമാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വയൗമ യുൻഫഖു ഫിസ്സൂർ ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള് ഇല്ലാ മാ ശാ അല്ലാഹ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിലൂടെ പ്രഥമ ഊത്തങ്ങോട് ഊതുമ്പോൾ ആകാശഭൂമികളിലുള്ള സർവസൃഷ്ടിജാലങ്ങളും ആ ഊത്തിലൂടെ തന്നെ പേടിക്കുകയാണ്. ഏഴ് ആകാശങ്ങളിലും 7 ഭൂമികളിലും അടിത്തട്ടിലുള്ളവരും ആ കുരാതമാകുന്ന ശബ്ദം കേട്ടുകൊണ്ട് ആ ഭീകരമാകുന്ന കോലാഹലം പേടിക്കമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണത്. കഴിഞ്ഞ ദിവസം ദീപാവലി, അതിൻ്റെ ഒരു പടക്കം പൊട്ടുന്ന കേട്ടുമ്പോഴേ ഞെട്ടുന്ന നമ്മൾ ഞെട്ടാതിരിക്കുമോ? ഉറപ്പല്ലേ? ഞെട്ടും ഉറപ്പാണ്. കാരണം എന്താണ് സൂറെന്ന കാഹളം? എന്താണ് സൂർ? നീ മനസ്സിലാക്കിയതുപോലെ ഏതെങ്കിലും ഒരു ശംഖ് കൊണ്ടുവന്ന് ഉള്ള ഊത്തല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മസ്സൂർ എന്താണ് നബിയേ? സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ?
ചോമ്പാലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ, സഹോദരിമാര് കാതുകൊടുത്തുകൊണ്ട് കേൾക്കണേ. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, മസ്സൂറു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ലോകാവസാനത്തിന് ഊതുന്നതായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നതായ സൂറന്ന കാഹളമെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ഹുവ ഖറുനും മിൻ നൂർ, അത് പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബ, പ്രകാശത്താലുള്ള കുഴലാണ്. വല്ലദീ നഫ്സി ബിയദിഹി വഅലമു ദാഇറത്തിൽ ഖർൻ, എൻ്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വഅലമു ദാഇറത്തിൽ ഖർൻ, ആ സൂറന്ന കാഹളത്തിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, കഅർളിസ് സമാഇ വൽ അർള്, ഏഴാനാകാശത്തിന്റെ മുകൾത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബ. ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ, ചിന്തിക്കണേ. 16,15,15,000 കിലോമീറ്ററുകൾ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്നതായ സൂര്യൻ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്തിന്റെ കുഴലാണ്. ആ കുഴലിലൂടെയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വഅലമു ദാഇറത്തിൽ ഖർൻ, ആ സൂറന്ന കാഹളത്തിന്റെ വലിപ്പമുണ്ടല്ലോ, കഅർളിസ് സമാഇ വൽ അർള്, ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്തിന്റെ കുഴലാണതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? പ്രകാശത്താലുള്ള കുഴൽ, അതിൻ്റെ വലിപ്പോ ഏഴാം ആകാശത്തിൻ്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതാണ് സൂറന്ന കാഹളം. അപ്പോൾ പിന്നെ ഊതിയാൽ ആർക്കെങ്കിലും കേൾക്കാതിരിക്കുമോ? ഇല്ല, എല്ലാവരുടെയും ചെവി അടിച്ചു പോകും. കാരണം എന്തുകൊണ്ട്? ഫുള്ള് നിറഞ്ഞു നിൽക്കാൻ ഏഴാം ആകാശത്തിൻ്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള ഒരു കുഴലാണ് എന്ത്? സൂറന്ന കാഹളം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാതി വൽ അർള്, ഏഴ് ആകാശങ്ങളും ഭൂമിയും പടച്ചിട്ട് മൂന്നാമതായി അല്ലാഹു ഈ ലോകത്ത് പടച്ചത് ഖലഖസൂർ, സൂറന്ന കാഹളത്തെയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്തിനാണ് ഈ ആകാശങ്ങളെ തകർക്കാൻ ഈ സൂറ് വേണം? ഈ അനന്തകോടി നക്ഷത്ര താരകങ്ങളെ തകർക്കാൻ, ഈ സൗരയുധങ്ങളെ തകർക്കാൻ, ഈ വാൽനക്ഷത്രങ്ങളെ തകർക്കാൻ, ഈ ഭൂമിയെ തകർക്കാൻ, ഈ സൂര്യനെ തകർക്കാൻ, ഈ ചന്ദ്രങ്ങളെ തകർക്കാൻ ഈ സൂറ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ട് മൂന്നാമതായി പടച്ചത് സൂറിനെയാണ്, സൂറന്ന കാഹളത്തെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ അത്ഇമൂ, എങ്ങനെ ഭക്ഷണം കഴിക്കും സ്വഹാബ? എങ്ങനെ ഭക്ഷണം കഴിക്കും? എങ്ങനെ പാനീയങ്ങൾ കുടിക്കും? വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർന വഹവാ ജബ്ഹതഹു വഅസ്ഗാ സമഅഹു ഇലൽ അർശി മതാ യുഅമറു ബിന്നഫഖാ. അർശിൻ്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിലേക്ക്
തൻ്റെ കർണപുടത്തെ സാഗൂതം ചൊലുത്തിക്കൊണ്ട് നിലകൊള്ളുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം വായിൽ, അദ്ദേഹത്തിൻ്റെ വായിൽ സൂറന്ന കാഹളം ഘടിപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് പടച്ച റബ്ബ് ഊതാൻ വേണ്ടി കൽപ്പിക്കുക? റെഡിയായി കാത്തിരിക്കുകയാണ്. റബ്ബിൻ്റെ കൽപ്പന കിട്ടാൻ പരിപൂർണമായി ശ്രദ്ധ തിരുത്തി ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തെ സൃഷ്ടിച്ചത് മുതൽക്ക് വായിൽ ഘടിപ്പിച്ചുകൊണ്ട് കാത്തിരിക്കവേ എങ്ങനെയാണ് ഈ ദുന്യാവിൽ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെ ഭക്ഷണം കഴിക്കും? നബി ചോദിക്കാണ് സ്വഹാബത്തിനോട്, എങ്ങനെ ഭക്ഷണം കഴിക്കും, എങ്ങനെ വെള്ളം കുടിക്കും? വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർന. ആസ്വദിച്ചു കുടിക്കാൻ പറ്റൂലടോ. കാരണം സൂറന്ന കാഹളത്തെ സൃഷ്ടിച്ചത് മുതൽക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം അതിനെ വായിൽ ഘടിപ്പിച്ച് കാത്തിരിക്കുകയാണ്. അള്ളാഹു ഊതാൻ വേണ്ടി പറയാൻ വേണ്ടി നോക്കിയിരിക്കാൻ പറഞ്ഞ അപ്പോൾ ഊതും. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന വേളയിലും ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ വായിൽ എന്തുണ്ട്? സൂറന്ന കാഹളമുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. മനസ്സിലായില്ലേ? ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. അവിശ്വാസികളായ ആളുകൾ ലോകാവസാനം ദൂരെയാണെന്നവർ പറയുന്നു. പക്ഷേ നാം ആ ലോകാവസാനത്തെ അടുത്ത് കാണുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അവിശ്വാസികൾ പറയും അങ്ങനെയൊന്നും ഇല്ല, ലോകം അവസാനിക്കുക. ആര് പറഞ്ഞതാണ്? അങ്ങനെയാണ് ശാസ്ത്രം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ലോകം അവസാനിക്കൂല, ഈ സൂര്യനും ചന്ദ്രനും ഒന്നും അവസാനം ഇല്ല എന്നാണ് ശാസ്ത്രം ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ചന്ദ്രയാൻ 3 പോയി ചന്ദ്രനിൽ കാലുകുത്തി. അതിന് നേതൃത്വം കൂടെ ISROയുടെ ചെയർമാനോട് ചോദിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയ, അദ്ദേഹത്തോടൊരു മീഡിയ അവതാരകൻ ചോദിച്ചു, ഒരു വിഭാഗം ആളുകൾ ലോകം അവസാനിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മളെ കളിയാക്കാനാണ് ചോദിച്ചത്. ഒരു വിഭാഗം ആളുകൾ ലോകം തീരും, ഈ ചന്ദ്രൻ അണയും, ഈ സൂര്യനുമൊക്കെ ഇല്ലാതാകുമെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ 2023 വാസ്തവമാണോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി തന്നെയാണ്. ഈ അനന്തോടി നക്ഷത്ര താരകങ്ങളും ഇല്ലാതാകും, ഞങ്ങൾ ചെന്നിറങ്ങിയ ചന്ദ്രനും ഇല്ലാതാവും. അത് യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും നശിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ശാസ്ത്രം വരെ ഇപ്പോൾ പറയുന്നു ഇതൊക്കെ തീരാൻ പോവാണ് കേട്ടോ, ഒക്കെ അണയാൻ പോവാണ്. ചന്ദ്രനിൽ മനുഷ്യൻ ഇപ്പോഴും സ്ഥലം വാങ്ങിക്കൂട്ടുകയാണ്. 2045 രൂപ അല്ലെങ്കിൽ 2500 രൂപ കൊടുത്താൽ 1 ഏക്കർ സ്ഥലം ചന്ദ്രനിൽ കിട്ടും. ഇപ്പോൾ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്മായിൽ വാങ്ങിച്ചോ? ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. 2500 രൂപ ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? ചന്ദ്രനിൽ 1 ഏക്കർ സ്ഥലം താമസിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഇവിടെ എത്ര കിട്ടുമോ? എത്രയുണ്ട് സെന്റിന് വില? ഇപ്പം എത്രയാണ്? 2 ലക്ഷം 3 ലക്ഷം അല്ലേ? അവിടെ 2500 രൂപ എടുത്ത സ്ഥലം കിട്ടും, 1 ഏക്കർ. ആളുകളിപ്പോൾ ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കാൻ. പക്ഷെ ആ ചന്ദ്രനും തകരും, ഇല്ലാതാവുമെന്ന് ശാസ്ത്രം ഇപ്പോൾ വിധി എഴുതി. നേരത്തെ ശാസ്ത്രം പറയുന്നതാണ് എല്ലാവർക്കും വലിയ സംഭവം. ഇപ്പം ശാസ്ത്രം പറഞ്ഞപ്പോഴാണ് എല്ലാം മനസ്സിലാകാൻ തുടങ്ങിയത്. ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു, കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. നല്ലതുപോലെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ 1ാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോൾ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും പേടിക്കുകയാണ്. സർവരും അല്ലാഹുവിലേക്ക് പേടിച്ചുകൊണ്ട് നിലകൊള്ളുമത്രേ. വകുല്ലുൻ അതോഹു ദാഖിരീൻ. അപ്പോഴാണ് എല്ലാവരും ചിന്തിക്കുക, അല്ലാഹ് ഉസ്താദ്മാർ പറഞ്ഞത് ശരിയാണല്ലോ, ഇങ്ങനെ ലോകം അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളങ്ങനെ കളിതമാശയായിട്ട് നടന്നിരുന്നു, അശ്രദ്ധനായി നടന്നിരുന്നു. ഇപ്പം ഇതാ കൺമുന്നിൽ കാണുകയാണ്, ഭീകരമായ ശബ്ദത്തിൻ്റെ കോലാഹലത്താൽ ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്.
يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ ആമുഖത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ, മാനവകുലമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണേ. കള്ളു കുടിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, സിനിമ കാണല്ലേ, സീരിയൽ ദർശിക്കല്ലേ. കാരണം ഈ ലോകം നശ്വര ാണ്. ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നാം മരിക്കേണ്ടവരാണ്. 60-70 വയസ്സ് മാത്രമാണ് നമുക്ക് ഈ ദുന്യാവിലുള്ളത്. ഇവിടെ കളി തമാശയിൽ ഏർപ്പെട്ടു പോയാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം പ്രയാസകരമാണ്. ഖബർ പ്രയാസമാണ്, മഹ്ശറ ബുദ്ധിമുട്ടാണ്, നരകത്തിലേക്ക് എറിയപ്പെടും തീർച്ചയാണ്. ഇവിടെ നിസ്കരിച്ചെങ്കിലേ ഇനി അങ്ങോട്ടുള്ള ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ ഇബാദത്ത് എടുത്തെങ്കിലേ ഇനി അങ്ങോട്ടുള്ള ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ മോശപ്പെട്ട തലത്തിലേക്ക് പോകല്ലേ. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിളിക്കുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ എന്നാണ്. കാരണം നമസ്കാരത്തിനല്ല ഈ വിളിക്കുന്നത്, നോമ്പിനല്ല ഈ വിളിക്കുന്നത്, സക്കാത്തിനുള്ള വിളിയല്ല, ഇത് പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാനുള്ള വിളിയല്ല, ഇത് ലോകാവസാനത്തിന്റെ വിളിനാഥമാണ്. ഇത് ലോകത്തുള്ള സർവർക്കും വന്ന് മൂടുന്ന വിപത്താണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ, മാനവകുലമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളെല്ലാവരും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ. പടച്ച റബ്ബിനെ പേടിയില്ലാതെ എനിക്ക് നരകത്തെ പേടിയില്ല, എനിക്കതാ ഖബറിൽ ഭയപ്പാടില്ല. എന്നെ നരകത്തിൽ കൊണ്ടുപോയിടുകയാണെങ്കിൽ അപ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഈ ദുന്യാവിൽ കള്ള് ഷാപ്പിലേക്ക് പോകുന്ന ചെറുപ്പക്കാരില്ലേ, ബീവറേജിലേക്ക് പോകുന്ന മക്കളില്ലേ, സിനിമ കാണാ സിനിമാ തിയേറ്ററിലേക്ക് പോകുന്ന മക്കളില്ലേ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ മഞ്ഞളിപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ, കാമുകന്മാരുമായി ഏതെങ്കിലും കടപ്പുറത്തിന്റെ കാകുന്ന മറയിൽ ഏതെങ്കിലും ഫൈബറിന്റെ പുറകിൽ പോയിരുന്ന്, വള്ളത്തിന്റെ പുറകിൽ പോയിരുന്ന് രസാനുഭൂതിയിൽ ഏർപ്പെടുന്നതായ ചെറുപ്പക്കാരില്ലേ, ചെറുപ്പക്കാരികളില്ലേ, തൗബ ചെയ്യണേ സഹോദരാ, തൗബ ചെയ്യണേ പൊന്നുമോളെ, ഇല്ലെങ്കിൽ അദാബാണ്, അദാബാണ്. അല്ലാഹ് പറയുകയാണ്, ഇന്ന സൽസലത സാഅ ശൈഉൻ അളീം. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെയുള്ള ഒന്നാമത്തെ ഊത്ത് തന്നെ ഭയാനകമാണ്, ഭയാനകമാണ്. യൗമ തറൗനഹാ തദ്ഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാർ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചെറിയമേ ആ ഊത്തിന്റെ കാഠിന്യത്താലെന്ന് വിശുദ്ധമായ ഖുർആൻ. നഊദു ബില്ലാഹ്. കരയുന്ന കുഞ്ഞിനെ മാറോടണച്ചു പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് അമ്മിഞ്ഞ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന മാതാവ് തൻ്റെ കുഞ്ഞിന്റെ ഇളങ്കാല് പിടിച്ചുകൊണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് നഫ്സി നഫ്സി, എൻ്റെ ശരീരമേ, എൻ്റെ ആത്മാവേ എന്ന് വിലപിച്ച് സ്വന്തം കാര്യം നോക്കി ഓടുന്ന രംഗമാണ് ലോകാവസാനമെന്ന് വിശുദ്ധമായ ഖുർആൻ. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ.
അല്ലാഹു പറയുകയാണ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവ് ഉറപ്പെടുത്തുകയാണ്, നബിയെ തങ്ങൾക്ക് അന്ന് കാണാൻ സാധിക്കും ഗർഭിണികളായ സഹോദരിമാർ 6 മാസം എത്തുന്നതിന് മുമ്പ് തന്നെ അവർ പ്രസവിച്ച് പോകുകയാണ്. ഈ വലിയ ഭീകരമായ ശബ്ദം കേട്ടുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിൻ്റെതാകുന്ന ആഘാതത്താൽ ഗർഭിണികളാകുന്ന സഹോദരിമാര് പ്രസവിച്ച് പോകുകയാണ്. പേടിക്കുകയാണ്, വിറയ്ക്കുകയാണ്. അമ്പരചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിച്ചവരല്ലേ, മാളിക സൗധങ്ങൾ പണിതവനല്ലേ, പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാതെ ഈ ദുന്യാവിൽ അടിച്ചു പൊളിച്ചവനല്ലേ, കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനല്ലേ, സിനിമ കണ്ടുകൊണ്ട് നടന്നവളല്ലേ, റീൽസുകൾ കളിച്ചുകൊണ്ട് നടന്നവനല്ലേ, ക്യാമ്പസിൽ പഠിക്കുന്ന കൂട്ടുകാരുമായി പ്രണയിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വേദനിപ്പിച്ചതായ മകളല്ലേ, ലെസ്ബിയനായി നടന്നവളല്ലേ, കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് എനിക്കെന്നെ കൂട്ടുകാരി വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി പറയുന്ന യുഗത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിയില്ലേ? നാളെ അള്ളാന്റെ ദർബാറിൽ നിന്നെ കാണുകയാണ്. ഭ്രാന്ത് പിടിച്ചവളെ പോലെ ഭ്രാന്തിയായിട്ട് ഓടുകയാണ്. കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തനായവനെ പോലെ നബിയെ തങ്ങൾ കാളുകളെ കാണാൻ സാധിക്കും. എന്നാൽ അവരാരും കള്ളു കുടിച്ചിട്ട് ലക്കും ലഗാനും പോയവരല്ല. പക്ഷെ അള്ളാഹുവിന്റെ അദാബ് ഓർത്തുകൊണ്ട് അവർ പേടിച്ചുകൊണ്ട് ഈ രീതിയിലായി പോയതാണ്. വലാകിൻ അദാബല്ലാഹി ശദീദ്. നിസ്കരിക്കാത്തവനുള്ള അദാബ്, നോമ്പ് പിടിക്കാത്തവനുള്ള ശിക്ഷ, കള്ളു കുടിച്ചവർക്കുള്ള ശിക്ഷ, സിനിമ കണ്ടവർക്കുള്ള ശിക്ഷ, സീരിയൽ കണ്ടവർക്കുള്ള ശിക്ഷ, നമസ്കാരത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് പന്ത് കളിച്ചവർക്കുള്ള ശിക്ഷ, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവർക്കുള്ള ശിക്ഷ. ഈ ശിക്ഷാമുറകൾ ചിന്തിച്ചിട്ട് അവരുടെ തല പെരുത്തു പോയതാണ്. അവർ ശിക്ഷയോർത്തുകൊണ്ട് ലക്കും ലഗാനുമില്ലാതെ അവർ ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 40 കൊല്ലം ആ അദാബിലായിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ ഒരു ബുദ്ധിമുട്ടും പ്രയാസം എത്ര നാളുണ്ടാകും? 40 കൊല്ലം. 40 സനത്തൻ, 40 വർഷം കഴിഞ്ഞിട്ടേ രണ്ടാമത്തെ ഊത്തുണ്ടാവുള്ളൂ. മൊത്തം എത്ര ഊത്തലാണ്? 3 ഊതലാണുള്ളത് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് ഇതുപോലെ നിലകൊള്ളുന്നതായ ജനങ്ങൾ 40 കൊല്ലത്തിന് ശേഷമാണ് അടുത്ത ഊത്ത് കേൾക്കുക. ആ 40 കൊല്ലം വരെ ഇങ്ങനെയാണ് ഹാല് മറിഞ്ഞ് നടക്കാൻ. നമ്മൾ കണ്ടിട്ടില്ല ചില ഭ്രാന്ത് പിടിച്ച ആളുകളെ ദുനിയാവിൽ അങ്ങനെ കണ്ടിട്ട്. നമുക്ക് പഠിപ്പിക്കാനാണ് ആ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആളുകളാണ് ഇതൊക്കെ അനുഭവിക്കുക. ചില ആളുകൾ പറയാറുണ്ട് അവസാന കാലഘട്ടം വന്നായിരുന്ന കൊള്ളാം, മഹദിമാം വരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വന്നാൽ കൊള്ളാമെന്ന്. വന്നാൽ അവസാന കാലഘട്ടം മഹദിമാം വന്നാൽ മാക്സിമം പോയാൽ 7 അല്ലെങ്കിൽ 9 കൊല്ലമാണ് മഹദിമാം ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ലോകാവസാനാണ്, മനസ്സിലായിക്കോ. പെട്ടെന്ന് തന്നെ ലോകം അവസാനിക്കും. അതുകൊണ്ട് എന്ത് വേണ്ട, നമ്മൾ ധൃതി കൂട്ടണ്ട, ലോകാവസാനത്തിന് ധൃതി കൂട്ടണ്ട. അതല്ലേ നബിയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചല്ലോ, മത്ത സാഅത്തു, ലോകാവസാനം എപ്പോഴാണ്? നബി ചോദിച്ച ഉടനെ എന്താ? മാതാ അദത്തലഹ, നീ വല്ല അതിനു വേണ്ടി വല്ല തയ്യാറെടുത്തോ? നീ നിസ്കരിച്ചോ? നീ ഇബാദത്തെടുത്തോ? വല്ലതും ചെയ്തെങ്കിലല്ലേ ചോദിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ധൃതി പിടിക്കണ്ട. എന്ത് വേണം? വല്ല അമലും ചെയ്തു കൂടിക്കോ. നമ്മൾ നമ്മുടെ സമയങ്ങളെ ശരിക്കും മുഖവിലേക്കെടുക്കുക. അൽ വഖ്തു അൻഫാസുൻ ഇല്ലം തഖ്തഅഹു ഖതഅക. സമയം വളരെ വിലപ്പെട്ടതാണ്, അമൂല്യമായ സമയങ്ങളാണിത്. ഒരു സെക്കൻഡ് പോലും കളയാൻ പാടില്ല. ഇല്ലം തഖ്തഅഹു ഖതഅക. ഈ വിലപ്പെട്ട സമയങ്ങളെ നീ നന്മയിൽ അധിഷ്ഠിതമായി മുറിച്ച് കടന്നില്ലെങ്കിലും നിന്നെ ആ സമയങ്ങൾ മുറിച്ച് കടക്കും. നീ ഒന്നും ചെയ്തില്ല, വെറുതെ എങ്ങനെ ഇരുന്നാലും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലോകാവസാനം അടുക്കുമ്പോൾ ഒരു വർഷം ഒരു മാസമായി തോന്നുമെന്നാണ്. തോന്നുന്നില്ലേ? ഉണ്ടോ?
ഒരു മാസം ഒരാഴ്ചയായി തോന്നും, നബി മുഹമ്മദ് മുസ്തഫ. ഒരാഴ്ച നിനക്കൊരു ദിവസമായി തോന്നും, നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം ഒരു മണിക്കൂറായി തോന്നും, നബി മുഹമ്മദ് മുസ്തഫ. ഒരു മണിക്കൂർ ഒരു മിനിറ്റായി തോന്നും, നബി മുഹമ്മദ് മുസ്തഫ. ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി തോന്നും, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആയോ? ഇപ്പം ആയോ എന്നുള്ളവരൊന്ന് കൈ ഉയർത്തിക്ക് നോക്കട്ടെ, എത്ര പേർക്ക് ആ അഭിപ്രായമുണ്ട്? നിങ്ങൾക്ക് ആർക്കും അഭിപ്രായം ഇല്ലേ? ഉണ്ട്. ചിലർക്ക് അതിനെ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കുടുങ്ങോന്ന് കരുതിയിട്ട് പറയാതിരിക്കാൻ അല്ലേ? ആ അഭിപ്രായം ഇല്ലേ? ഉണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരാഴ്ച എന്ത് പെട്ടെന്നാണ് പഴിഞ്ഞു പോയത് അല്ലേ, ഒരു മാസം എന്ത് പെട്ടെന്നാണ്. അള്ളാഹു, ഒരു വർഷമായോ അവർ മരിച്ചിട്ട്? ഒരു വർഷമായോ? ഒരു കൊല്ലം ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ അല്ലേ? പാപ്പ മരിച്ചിട്ട് ഒരു വർഷമായി, ഉമ്മ മരിച്ചിട്ട് 3 കൊല്ലമായോ? ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നല്ലോ. എന്താ കാര്യം? യഥാർത്ഥത്തിൽ വർഷവും മാസവും ഈ തീയതിയൊക്കെ കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. എല്ലാ മാസവും അതാത് മാസങ്ങൾ 30 ദിവസം തന്നെ കറക്റ്റായി പോവാൻ. ഇപ്പം കാപ്പാട് നമ്മുടെ ഖാദി പ്രഖ്യാപിച്ചതിന് പ്രകാരം നാളെ ജമാദുൽ ഊല 1 നാളത്തെ ദിവസം, അഥവാ ഇന്നത്തെ രാത്രിയിൽ പ്രവേശിച്ചിരിക്കാൻ. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ മാസങ്ങൾ കറക്റ്റായി നമുക്ക് ലഭിച്ചു. ഓരോ മാസങ്ങളും കറക്റ്റായി കിട്ടുന്നുണ്ട്. ദിവസത്തിലെ സമയങ്ങളും കറക്റ്റാണ്. 24 മണിക്കൂർ തന്നെയുണ്ട്. പക്ഷെ നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ഭാവനയിലും ദിവസങ്ങളും മാസങ്ങളും പെട്ടെന്നായി പോയതായി തോന്നും. നബി തങ്ങൾ പറഞ്ഞതും അതാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ ലോകാവസാനം അടുത്തു എന്നതിന് തെളിവാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മളിങ്ങനെ ഒരു സ്വപ്ന ജീവിയെ പോലെ ജീവിച്ചങ്ങനെ പോവാൻ, എന്തോ ഒരു സ്വപ്ന ലോകത്ത് പോലെ. ഇത് അല്ല, അമൽ ചെയ്തില്ലെങ്കിൽ പോയി, നമുക്കാണ് നഷ്ടം, നമ്മുടെ സമയം വെറുതെ പോവാൻ. അതുകൊണ്ട് ഉള്ള സമയം ഇബാദത്തിലായി കഴിയട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1,00,000 തഹ്ലീൽ ചെല്ലാൻ വേണ്ടി നമ്മുടെ സമയങ്ങളെ മാറ്റിവെക്കണം നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ. അതുപോലെ തന്നെ 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് നാം ഓതണം, ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ. അത് ഉപകരിക്കും അയിമ്മത്തുൽ രേഖപ്പെടുത്താൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് മരണപ്പെട്ട വാപ്പാക്കും ചെയ്യണം, നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയും ചെയ്യണം. ഏത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള സൂറത്താണത്. ഏത്? സൂറത്തുൽ അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു ഓതാൻ തൗഫീക്ക് തരട്ടെ. 1,00,000 ഓതി തീർക്കണം. നാളെ തന്നെ കുറ്റിയിരുന്ന് ഓതാനല്ല, സമയം പോലെ അതിനൊരു ചിട്ട വെക്കണം. ഒരു ദിവസം ഒരു 100 എണ്ണം അങ്ങനെ ഒന്ന് ചെലി വെച്ച്. ഇതൊക്കെ ഞാൻ അമലിന് പറയാണ് ഇടയ്ക്ക്. കാരണം ഒരു വാത് കേട്ട് പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ അമലിനൊന്നും കിട്ടാതെ വരരുത്, അതിനുവേണ്ടി പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സലാത്തുകൾ അധികരിപ്പിക്കാൻ, നബി തങ്ങളുടെ ഷഫാഅത്ത് കിട്ടാനത് കാരണമാണ്. الشفاعة هب لنا في القيامة مشفقا وهلنا إن ضاع يا سيدي خير النبي الصلاة على النبي. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, 1ാമത്തെ ഊത്ത് കഴിഞ്ഞ് 40 കൊല്ലമാണ് ജനങ്ങൾ പേടിച്ച് നിലകൊള്ളുക, ഭയവിഹ്വലരായി നിലകൊള്ളുക. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് 2ാമത്തെ ഊത്ത്. 2ാമത്തെ ഊത്ത് ഏതാ? നഫ്ഖത്തു സഅഖ്, സർവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ്. എല്ലാവരും മരിപ്പിക്കുകയാണ്, തീർക്കുകയാണ് അതോടുകൂടി. ഒക്കെ മനസ്സിലാക്കണം. നമ്മൾ അവസാനത്തെ കാലഘട്ടത്തിൽ ഉമ്മത്താകാൻ വേണ്ടി പരിശ്രമിക്കേണ്ട, എന്നെ അതിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞ് ദുആ ചെയ്യണ്ട. കാരണം അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വലിയ തീഷ്ണമായ പരീക്ഷണങ്ങളായിരിക്കും. മനസ്സിലാക്കണം. അതിൽ ഈമാനില്ലാത്തവൻ തെറ്റിപ്പോവും. ദജ്ജാലൊക്കെ കടന്നു വന്ന് ഫിത്നയിലാക്കാൻ തുടങ്ങിയാൽ അദാബാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് അതിനുവേണ്ടി മത്സരിച്ച് നിൽക്കണ്ട, അതിനുവേണ്ടി ആരും മത്സരിക്കണ്ട. മനസ്സിലായിക്കോ? നമ്മൾ കിട്ടുന്ന അവസരം നല്ലതുപോലെ ഇബാദത്തെടുത്ത് മുന്നേറുക. നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കണം. ബാങ്ക് വിളിച്ച് അവ്വൽ വക്കത്തിൽ തന്നെ നിസ്കരിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളിൽ പരാജയപ്പെട്ടതാകുന്ന അഹ്ലുകാരെ ഞങ്ങളിൽ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. പരാജയത്തിൻ്റെ അഖിലകാരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളിൽ പരാജയത്തിൻ്റെ അഖിലകാരെ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. ഖാലൂ, സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, വമനിശഖിയൽ മഹ്റൂം, ആരാണ് ഈ പരാജയപ്പെട്ടവരൊന്ന് പറയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, താരിഖുസ്സലാ, താരിഖുസ്സലാ, നമസ്കാരത്തെ ഒഴിവാക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ, മുഅ്മിനാത്തുകളുണ്ടോ, അവരാണ് പരാജയപ്പെട്ടവർ. അവരെ എന്നിൽ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിസ്കാരം ഇല്ലാത്ത കൗമ്, ബാക്കിയെല്ലാം ഉണ്ട്. നേർച്ച ചോറൊക്കെ വാങ്ങാൻ ഫ്രണ്ടിൽ അവ്വൽ സഫിൽ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പം നിസ്കാരം കളയാൻ പാടില്ല. നിസ്കാരം 5 വഖത്ത്, അത് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ മുഖമുദ്രയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പരിപാടിയും വേണ്ട. ഇന്ന് കള്ള ശൈഖന്മാർ വ്യാജ തരീക്കത്തുകൾ വിറ്റഴിച്ചുകൊണ്ട് വ്യാജ ജിന്നുമ്മമാരും ജിന്നു സമൂഹത്തിൽ ഉടവെടുത്തതാകുന്ന ആളുകളും ജിന്നുപ്പമാരും ഒക്കെ ഇന്ന് കൂടി വരുന്ന കാലഘട്ടം. ആളുകളെ പിഴപ്പിക്കാൻ, എൻ്റെ കൂടെ കൂടിക്കോ, ഞാൻ തരുന്ന ദിക്ർ ചൊല്ലിയാൽ മതി, എന്ത് വേണ്ട, നിസ്കരിക്കണ്ട. ഉണ്ട്, ധാരാളം ഉണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 5 വഖത്ത് നിസ്കാരം വിട്ടിട്ടുള്ള ഒരു പരിപാടിക്കും പോകണ്ട. 5 വഖത്ത് നിസ്കാരം മസ്റ്റാണ്. അത് കളഞ്ഞിട്ട് ഒരു പർച്ചേസിങ്ങിനും പോകണ്ട, ഒരു തുണിയെടുക്കാനും പോകണ്ട, ഒരു ആഭരണം വാങ്ങാനും പോകണ്ട. അതിൽ ബറക്കത്തില്ല, അതിൽ ബറക്കത്തില്ല. മനസ്സിലായിക്കോ? കല്യാണ പെണ്ണിന് ആഭരണം വാങ്ങാൻ പോയേക്കാണ്, ലോഹറും അസറും മഗ്‌രിബും ഒക്കെ അവിടെ കിടക്കുക. ജ്വല്ലറിക്കാർ പിന്നെ എന്ത് ചെയ്യാൻ? ബലൂണ് കുട്ടികളെ അതിലോട്ട് കൊടുക്കും. നല്ല ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റ് ഇടയ്ക്ക് കൊണ്ടുവന്നൊരു ചായ. ഭക്ഷണം വേണോ, വേണം ഇങ്ങോട്ട് എത്തിക്കാം, റാഹത്ത് എല്ലാം അവിടെ തന്നെ സജ്ജീകരിക്കാൻ. അപ്പോൾ കുട്ടികൾക്ക് ബലൂണൊക്കെ പറപ്പിച്ച് അവൻ ജ്വല്ലറിക്കകത്തൂടെ പാടിക്കിടക്കും, നല്ല റാഹത്ത്. വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും അവിടെ ഇരുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് അവരുടെ ബിസിനസ് തന്ത്രമാണ്. നീ നിന്റെ നിസ്കാരം കളയാൻ പാടില്ല. ഒരു സുന്നത്തായ കർമ്മത്തിൻ്റെ ഉപാധിയായിട്ട് നീ നിന്റെ മകൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്ന ആഭരണത്തിൻ്റെ പേരിൽ നിന്റെ ലുഹറും അസറും എവിടെ പോയി? കല്യാണ പർച്ചേസിന് വേണ്ടി 4-5 വണ്ടിയിൽ കുടുംബക്കാർ നാട്ടുകാർ എല്ലാവരും കൂടെ കയറുകയാണ്. ഇങ്ങനെ ഉള്ളതെല്ലാം അതിങ്ങടുത്ത് ഇതിങ്ങടുത്ത് ഇതെടുത്ത് മൊത്തം എടുപ്പിച്ച് കട മുഴുവൻ വാങ്ങിച്ച് നിലത്തിട്ടിട്ട് അവസാനം ഒരെണ്ണമാണ് എടുത്തുകൊണ്ട് പോകുന്നത്. മഗ്‌രിബാവുമ്പോൾ വിളിക്കുമ്പോൾ ഒരെണ്ണം സെലക്ഷൻ ആയിട്ടുണ്ടാവും. ആണോ അല്ലയോ? ഇത് തന്നെ കളി. എന്നാൽ അടുത്ത കല്യാണത്തിനെങ്കിലും മാറ്റമുണ്ടോ? ഇത് തന്നെ. കാരണം ഞങ്ങൾക്ക് ലുഹറും അസറും ഒക്കെ ഒന്ന് കലായി കിട്ടണം. ഇതിങ്ങടുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് MRIയിലെങ്കിലും പോയി നല്ലൊരു കുട്ടൻ ബിരിയാണിയൊക്കെ അടിച്ച് റാഹത്തായിട്ട് വീട്ടിലോട്ട് വരും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അതായത് ഇതൊക്കെ ഒരു സുഖം, ഒരു റാഹത്ത്, ഒരു ഔട്ടിങ്. കടപ്പുറത്ത് പോയിരിക്കുകയാണ് കുറേ പേര്. മഗ്‌രിബാവുമ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാനില്ല, ജമാഅത്ത് കളഞ്ഞു കുളിക്കാൻ. പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകൾ ഇന്ന് ധാരാളമായി വരുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കുട്ടികളൊക്കെ രാത്രി കിടന്ന് കീ എന്ന് പറഞ്ഞ് കരയാൻ കാരണം എന്താ? കുട്ടികൾക്കിൻ്റെ മേൽ പൈശാചിക ബാധ വരുന്നതിൻ്റെ കാരണം മഗ്‌രിബിൻ്റെ സമയത്ത് കുട്ടികളെ പുറത്തിറക്കുന്നത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതൊക്കെ വെറുതെ പറയുന്നില്ല, സമയമില്ല, ഇല്ലെങ്കിൽ ഹദീസ് ഓതി പറയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഖറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യന്തശിറു ശയാത്തീൻ, പിശാച് പാറി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഫഖ്തഫൂ സിബിയാനകും, നിങ്ങളുടെ ചെറിയ മക്കളെ വീടിനുള്ളിൽ തന്നെ പിടിച്ചു വെക്കണേ. വഹ്ബിസൂ മവാശിയകും, നിങ്ങളുടെ നാൽക്കാലികളെ അതിൻ്റെ ആലയിൽ കൊണ്ടുവന്ന് ബന്ധിക്കണേ. കുട്ടികളെ വീട്ടിനുള്ളിൽ പിടിച്ചു വെക്കണം. അതുകൊണ്ട് പഴയ കാലത്തിൽ ഉമ്മമാർ പറയും, മോനെ മരുവിന് മുമ്പ് ഇങ്ങ് വരണം,
സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് പിശാച് പാറി നടക്കുക. അത് കുട്ടികളിലാണ് പെട്ടെന്ന് സ്വാധീനം ചെലുത്തുക. അതുകൊണ്ട് ആ സമയത്ത് കുട്ടികളെ മുറ്റത്ത് പോലും വെളിയിലിറക്കി കളിപ്പിക്കരുത്. ഇതെവിടെയുള്ളത്? ഞങ്ങൾ വെളിയിലിറക്കില്ല സാറേ, കടപ്പുറത്ത് കൊണ്ടുവന്ന് തിരയുണ്ടോ വെള്ളത്തിൽ കളിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഹലാക്കായി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആണോ അല്ലയോ? ആണ്. ഹദീസാൻ ഇദാ ഗറബത്തി ശംസു യന്തശിറു ശയാതീനു ഫഖ്തഫു സുബിയാനക്കും വഹ്ബിസു മവാശിയക്കും. നിങ്ങളുടെ നാൽക്കാലികൾ, പശു, ആട്, പോത്ത് ഇതൊക്കെ ഉള്ള ആളുകൾ അതിൻ്റെ ആലയിൽ കൊണ്ടുവന്ന് നേരത്തെ ബന്ധിക്കുകയും വേണം. കാരണം അതിനും ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളത് ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറ ഇതൊന്നുമില്ല. നമ്മൾ നിസ്കാരയിലൊന്നുമില്ല ഇങ്ങനെ കറങ്ങി നടക്കാൻ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, മുഅ്മിനീങ്ങൾ വിജയിക്കണോ. ഖദ് അഫലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس الذين يرثون الفردوس هم فيها خالدون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചവത്രേ. ചോമ്പാലയിലുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ വിജയിക്കാൻ കാരണമെന്താണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ തയ്യാറായിട്ടുള്ള മുഅ്മിനീങ്ങളുണ്ടോ, മുഅ്മിനാത്തുകളുണ്ടോ, അവർ വിജയിച്ചവരാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അടയാളങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അവസാനമായി പറയുകയാണ്, വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നമസ്കാരത്തെ ശ്രദ്ധിക്കുന്നവരെ, നമസ്കാരത്തെ ഗൗനിക്കുന്നവരെ, നമസ്കാരത്തെ വൃഥാവിലാക്കാതെ പോകുന്നവരെ, നമസ്കാരത്തെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്ന മുഅ്മിനീങ്ങളുണ്ടോ, ഉമ്മമാരുണ്ടോ? ഏത് തിരക്കുകൾ വന്നാലും, ഏത് കല്യാണങ്ങൾ വന്നാലും, ഏത് സദസ്സുകൾ വന്നാലും എനിക്കെന്റെ നമസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞ് 5 വഖത്ത് നമസ്കാരങ്ങൾ അതാത് സമയങ്ങളിൽ ഗൗനിക്കുന്ന മുഅ്മിനീങ്ങളെ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഉലൈക ഹുമുൽ വാരിസൂൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തര സ്വത്ത് നൽകുകയാണ്. ഏതാണ് ഈ അനന്തര സ്വത്ത്? ചോമ്പാല ഗ്രാമത്തിൽ പ്രവിശാലമാക്കപ്പെട്ട ഏക്കർ കണക്കിന് ഭൂമി അല്ലാഹു നിനക്ക് നൽകുകയാണോ? അല്ല, അല്ല. വടകര ടൗണിൽ നിനക്ക് 2-3 കടമുറികൾ അല്ലാഹു നിനക്ക് അനന്തര സ്വത്ത് നൽകുകയാണോ? ഒരിക്കലുമല്ല. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നിനക്കൊരു ഏക്കർ ഭൂമി അല്ലാഹു പതിച്ചു നൽകുകയാണോ? ഒരിക്കലുമല്ല. അതിനേക്കാളെല്ലാം ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അല്ലദീന യരിസൂനൽ ഫിർദൗസ്,
ഈ ദുനിയാവിൽ സർവരും കൊതിക്കുന്നതായ അതിശ്രേഷ്ഠമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു നിനക്ക് നൽകുകയാണ്. മഹനീയമായ സ്വർഗം അല്ലാഹു നിനക്ക് നൽകി ആദരിക്കുകയാണ്. നിന്റെ നാട്ടുകാരുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, നിന്റെ സമൂഹമുണ്ട്, നിന്നെ കളിയാക്കിയവരുണ്ട്, നിന്നെ ചീത്ത വിളിച്ചവരുണ്ട്, നിന്റെ അയൽവാസികളുണ്ട്, നിന്റെ ബന്ധുമിത്രാദികളുണ്ട്, നിന്നോടൊപ്പം സഹവസിച്ച് പഠിച്ചതാകുന്ന നിന്റെ കൂട്ടുകാരികളുണ്ട്, അവിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, ഈ കാലഘട്ടത്തിലെ ജനങ്ങളുണ്ട്, വരാനിരിക്കുന്ന ജനകോടികളുണ്ട്, കഴിഞ്ഞു പോയതാകുന്ന ജനസഹസ്രങ്ങളുണ്ട്. എല്ലാവരും നോക്കി നിൽക്കെ അല്ലാഹു നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകുകയാണ്. കേവലം 2 കൊല്ലം താമസിച്ചിട്ട് ഇറങ്ങാൻ അല്ലാഹു പറയുന്നില്ല. 5 കൊല്ലത്തേക്കുള്ളതാകുന്ന ഒത്തിക്ക് നീ കയറിയതല്ല. ഹും ഫീഹാ ഖാലിദൂൻ. നിനക്ക് ആ സ്വർഗത്തിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ ഒരാളുമില്ല. നീ ആ സ്വർഗത്തിൽ ശാശ്വതത്വമുള്ളവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. പാങ്ക് വിളിച്ച അപ്പം നിസ്കരിക്കണം. എന്തിനാ ഇപ്പം ഈ പള്ളിയൊക്കെ അല്ലാഹു തന്നിരിക്കുന്നത്? 5 വഖത്ത് ജമാഅത്ത് ശ്രദ്ധിക്കാനാണ്. എന്നിട്ട് എത്ര പേര് മോഹ്സിൻ ഉസ്താദിനോടൊപ്പം നിസ്കരിക്കാനുണ്ട്? ചിന്തിക്ക്. എത്ര പേര് ജമാഅത്തുകൾക്കുണ്ട്? ഇന്നിപ്പോ കോവിഡ് വന്നതിന് ശേഷം ഇങ്ങോട്ട് ജുമഅ പോലും കളഞ്ഞു കുടിക്കുന്ന ചെറുപ്പക്കാർ അധികരിച്ചിരിക്കാൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഅൻ ബിഗൈരി ഉദ്രിൻ തബഅ അല്ലാഹു ഫീ ഖൽബിഹി. ആവശ്യമില്ലാതെ കാരണമില്ലാതെ 3 ജുമഅകൾ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുഫ്രിയത്തിന്റെ സീൽ വെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ പണിക്ക് പോയതാ, അതുപോയതാ, ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ അവിടെ പോയതാ ഉസ്താദ്, ഇവിടെ പോയതാ, വൈകിപ്പോയി. 3 ജുമഅ ആവശ്യമില്ലാതെയാണ് നീ ഒഴിവാക്കിയതെങ്കിൽ നിന്നെ കാഫിറായിട്ട് സീല് വെക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സ്വഹാബത്തിന്റെ കാലത്ത് ജമാഅത്തിന് വരാതെ പിന്തുന്ന ആളുകളെ അവർ മനസ്സിലാക്കുക ആരാണെന്നാണ്? മുനാഫിക്ക്, ഏറ്റവും വലിയ കപടവിശ്വാസി അവനാണെന്നാണ്. നിസ്കാരം ഇല്ലാത്തവനെ അല്ല, ജമാഅത്തായി പള്ളിയിൽ വന്ന് നിസ്കരിക്കാത്തവനെ മുനാഫിക്കായിട്ട് എണ്ണിയിരുന്നു സ്വഹാബത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ പേരെന്ത് വരേണ്ടി വരും? മുനാഫിക്ക് എന്ന് വിളിക്കേണ്ടി വരും. അല്ലാഹു ആക്കട്ടെ. കാരണം പള്ളിയിലില്ല, ഞാൻ കരിച്ചായിരുന്നു, അത് കാര്യമില്ല. പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചു, അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം. ളുഹർ നിസ്കാരം അസ്റിലേക്ക് വെച്ച് ചേർത്ത് നിസ്കരിക്കരുത്. യാത്രക്കാർക്ക് ഇളവുണ്ട്. അല്ലാതെ വീട്ടിലിരിക്കുന്നു, ആവശ്യമില്ലാതെ ഫനായും ബസാദും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ളുഹറും അസ്റും അല്ലെങ്കിൽ മഗ്രിബ് ഇശാവും ഒക്കെ ചേർത്ത് വെച്ച് അടിക്കുക. അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. നിസ്കാരമൊക്കെ പറയാൻ ഒരുപാടുണ്ട്, ഡസൻ കണക്കിന് ആയത്ത് ഹദീസുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഒക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കിൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൻ്റെതാകുന്ന താക്കോലാണ് നിസ്കാരം. ആ നിസ്കാരം ഇല്ലെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റൂല. ഒരു വീട് ഉദ്ഘാടിക്കണമെങ്കിൽ ആ വീടിൻ്റെ താൽക്കോല് വേണം. അകത്തോട്ട് കടക്കണമെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. എങ്കിലേ സ്വർഗത്തിനുള്ളിലേക്ക് കടക്കാൻ പറ്റൂ. മിഫ്താഹുൽ ജന്നത്തി അസ്സലാ. സ്വർഗത്തിൻ്റെ താക്കോലാണ് നിസ്കാരം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ താക്കോല് നമ്മൾ കളഞ്ഞു. അത് കറക്റ്റല്ല. ഫർളും സുന്നത്തും ഒന്നുമില്ല. എടോ, ഈ ഫർളും സുന്നത്തുകളും ഒക്കെ എടുക്കുമ്പോഴാണ് യഥാർത്ഥ വലിയായി മാറാൻ പറ്റുക. കഴിഞ്ഞ മാസം റബീഉൽ ആഖിറിലും ഈ ജമാഅത്തുൽ ഊലയിലും ഒക്കെ നമ്മൾ സ്മരിക്കുന്നത് മഹാനായ ഗൗസുൽ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവനെയും ഈ മാസം നമ്മൾ സ്മരിക്കുന്നത് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാത്തുക്കളാകുന്ന മഹാരഥന്മാരെയുമാണ്. എത്രയോ ഔലിയാക്കൾ മരണപ്പെട്ടു പോയതാകുന്ന മാസങ്ങളാണ്. അൽഹംദുലില്ലാഹ്, ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നാണ് അവരെ സിയാറത്ത് ചെയ്തിട്ട് ഈ വിനീതനെത്തിയത്. ഇറാഖിലാണ് ഇവർ 2 പേരുടെയും മക്കാമുള്ളത്. അള്ളാഹു നമുക്ക് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അവരൊക്കെ ജീവിച്ചത്, അവരൊക്കെ ദീൻ പഠിപ്പിച്ചത്, അവരൊക്കെ ചെയ്ത അമലിനോളം നമ്മുടെ ജീവിതത്തിൽ കടുകുമണിയോളം അമലുണ്ടോ സഹോദരങ്ങളെ? ചിന്തിക്കാൻ. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നമ്മൾ ഫർള് പോലും കറക്റ്റല്ല. അവർ ഫർളും കറക്റ്റാക്കി, സുന്നത്തുകളും കറക്റ്റാക്കി.
ഇബാദത്തുകളും ശ്രദ്ധിച്ചു. അതുകൊണ്ട് അവരെ കാണാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള മഹത്തുക്കൾ മോമിനീങ്ങൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇറാഖിൻ്റെ മണ്ണിലേക്ക്, ബഗ്ദാദിൻ്റെ മണ്ണിലേക്ക്, അബീദ എന്ന് പറയുന്നതാകുന്ന ഗ്രാമത്തിലേക്ക് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ കാണാൻ, ബഗ്ദാദിൻ്റെ മണ്ണിലേക്ക് ഗൗസുൽ ആലം തങ്ങളെ കാണാനൊക്കെ ആളുകൾ ഇപ്പോഴും ഒഴുകുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. എന്താ കാരണം? അവർ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച മഹത്തുക്കളായിരുന്നു, റബ്ബിനെ പേടിച്ച് ജീവിച്ചു. നമ്മൾ ഇവിടുന്ന് വേറെ ടീമിനെ കാണാൻ പോവാൻ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മലപ്പുറം ജില്ലയിൽ ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന ദേശത്തൊരു കട ഉദ്ഘാടനത്തിന് തൊപ്പി എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാൻ ഒരുമിച്ച് കൂടിയത് 10,000-കണക്കിന് ചെറിയ മക്കളാണ്. അവനെ അങ്ങോട്ട് പോയി മുസാഫത്ത്. ആരെ? മുഹിദ്ദീൻ ശേഖനെ അല്ല, തൊപ്പിയിട്ട വേറെ ആരോളോ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ കാണാൻ പോവാ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ ഈ തൊപ്പി എന്ന് പറയുന്നത് ചെയ്യുന്നത്? എല്ലാ ദിവസവും വൈകിട്ട് ലൈവ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഫനായും വസാദും പറയുക, അശ്ലീലം പറയുക. അവൻ്റെ പുറകെയാണ് നമ്മുടെ മക്കൾ. മനസ്സിലാക്കണം, നമ്മളെവിടെ അവരെവിടെ, അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളും തൊപ്പിയിട്ട് ഒരാളുടെ പുറകെ പോയി, പക്ഷെ അത് യഥാർത്ഥ തൊപ്പി ആയിരുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കൂടുതൽ പറയുന്നില്ല, സദസ്സ് മോശവും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആരാ അവൻ്റെ പുറകെ പോയത്? ഒക്കെ 5 വയസ്സ് മുതൽ 25 വയസ്സുള്ളതാകുന്ന ആ ഒരു പ്രായത്തിലുള്ള ചെറുപ്പക്കാരും സഹോദരിമാരും പെണ്ണുങ്ങളും. നഊദുബില്ലാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. എനിക്ക് തൊപ്പിയെ കെട്ടിയാൽ മതി എന്നും പറഞ്ഞാൽ പെണ്ണുങ്ങളടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എല്ലാവരും ചിരിക്കുക, കാരണം എന്താ? എല്ലാവർക്കും അറിയാം തൊപ്പിയുടെ ഫാൻസാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പം അതാണ് കാലഘട്ടം. നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും എടുത്തു നോക്കിൻ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകിയല്ലേ. 11 നിർത്തണ്ടേ? 10 മിനിറ്റ് കൂടെ പറഞ്ഞുകൂടെ? ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പോയാൽ അത് പറഞ്ഞ് നിർത്താമെന്ന് കരുതിയിരിക്കുക. ആരും പോകുന്നുമില്ല. ആരെങ്കിലും ഒരാൾ പോയാൽ നമുക്ക് അപ്പം നിർത്താം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതായത് ഇതിൻ്റെ എൻഡിങ് അവസാനിലേക്ക് ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പം അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കൻ, നമ്മുടെ ഇബാദത്തുകൾ ശ്രദ്ധിക്കാൻ. കള്ളു കുടിക്കുന്ന ആളുകൾ ഇന്ന് കൂടി വരിക, ലഹരി നുണയുന്നവർ. വളരെ ശ്രദ്ധിച്ചോ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, പുതിയ തലമുറകൾ. വാപ്പ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മക്കളിൽ അത് സ്വാഭാവികമായി ഉണ്ടാവും, കടന്നു വരും. അപ്പം ചിലപ്പോൾ കള്ള് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് മാരകമാകുന്ന MDMAയും LSDയും അടക്കമുള്ളതാകുന്ന ലഹരി പദാർത്ഥങ്ങൾക്കായിരിക്കും പുതിയ തലമുറ അടിമപ്പെട്ടു പോവുക. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വാപ്പ തന്നെ പിഴച്ചുപോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇതിനടിമപ്പെട്ട യുഗമാണ്. നമ്മൾ ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുമൊക്കെ മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ ആ മക്കൾ ഇത്തരത്തിലുള്ള ചെയ്തികളായി ഇന്ന് മാറിയിരിക്കും. അവരൊക്കെ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടവരായി മാറി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ കണ്ടില്ലേ, പല ഭാഗങ്ങളിലും നമ്മുടെ ജില്ലകളിൽ തന്നെ സ്ത്രീകളെ നമ്മൾ ദർശിച്ചില്ലേ, പല രീതിയിലും വന്നവർ. വിവാഹം കഴിക്കാൻ പ്രായമെത്തിയതാകുന്ന പെൺകുട്ടികൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുമായി സ്വവർഗരതി അനുരാഗത്തിൽ ഏർപ്പെട്ട് എനിക്കെൻ്റെ കൂട്ടുകാരിയെ തന്നെ വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന യുഗത്തിലേക്ക് നമ്മുടെ തലമുറ മാറി, പെൺമക്കൾ മാറി, ലെസ്ബിയനുകളായി മാറി. സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടം. ലൈംഗിക വേഴ്ച നടത്തുന്നു മാത്രമല്ല, ഇനി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ, എനിക്ക് വേറൊരു പുരുഷനെ വേണ്ട, വാപ്പായും ഉമ്മായും പറയുന്ന ഒരു പുരുഷനെ ഇനി വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ദീൻ പഠിക്കാൻ വരെ വിട്ടതാകുന്ന മക്കൾ മാറി ചിന്തിക്കുന്ന കാലഘട്ടമാണ് ചിന്തിക്കേണ്ടത്. പുരുഷന്മാരുമായി ലൈംഗിക വേഴ്ച നടത്തിയിട്ട് സ്വയംഭൂ അണിഞ്ഞ് ഗേകളായി മാറുന്ന കാലഘട്ടം ഇന്നത്തെ തലമുറ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ മുസീബത്ത് നിറഞ്ഞ കാലഘട്ടമാണ്. അതുകൊണ്ട് നല്ലതുപോലെ ദുആ ചെയ്യണം. പുതിയ തലമുറകളെ സാലിഹീങ്ങളാക്കാനും ഉള്ള മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കാനും സദാസമയവും മാതാപിതാക്കൾ നമ്മൾ ദുആ ചെയ്യണം. ഇല്ലെങ്കിൽ വല്ലാത്ത കാലഘട്ടത്തിലാണ്, വളരെ മോശം നിറഞ്ഞ കാലഘട്ടത്തിലാണ് നാം വസിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം തന്നെ അറിയാം, ശിശുദിനം ആചരിച്ച ദിവസമാണ് ഇന്ന്, നവംബർ 14. ഇന്ത്യ രാജ്യത്തുള്ളതാകുന്ന മുഴുവൻ ആളുകളും അത് വളരെ കെങ്കേകമായി ആഘോഷിച്ചതാകുന്ന ദിനമാണ്. ഈ ദിനത്തിൽ തന്നെ പോക്സോ കേസിൽ പ്രതിയാകുന്ന അഷ്ഫാഖ് എന്ന് പറയുന്നതാകുന്ന ഒരു സഹോദരനെ വധശിക്ഷയ്ക്ക് വിധിച്ചതാകുന്ന ദിവസവും കൂടിയാണ്.
ആലുവയിൽ നാം എല്ലാവരും നെട്ടിയ, ലോകം മുഴുവനും ഒന്നാകെ നെട്ടിയതാകുന്ന ഒരു ചെറിയ പൊന്നുമോളെ, ആ പൊന്നുമോളെ വളരെ കിരാതമായി മൃഗീയമായി ബലാത്സംഗം ചെയ്തു കൊന്നുകളഞ്ഞു. അവനെ വധശിക്ഷയ്ക്ക് വേണ്ടി കോടതി വിധിച്ചു. കോടതിയുടെ ആ വിധി ശ്ലാഘനീയമാണ്, സ്തുത്യർഹമാണ്, എടുത്ത് പ്രത്യേകമായി പറയേണ്ടതാണ്. കാരണം സാധാരണ ചെയ്യുക ജീവപര്യന്തം കൊടുക്കും, 12 വർഷം നല്ല റാഹത്തായി പോയി, നല്ല മട്ടനും ചിക്കനും ഒക്കെ അടിച്ച് നല്ല സുഖമായിട്ട് കഴിഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൻ്റെ അഡ്രസ്സില്ല, ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെയും അവൻ ഇത്തരത്തിൽ തന്നെ ചെയ്യാൻ നല്ലൊരു വിധിയാണത്, സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിധി വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മുഴുവനും കോടതിയെ പരിപൂർണമായി പുകഴ്ത്തിക്കൊണ്ടുള്ളതാകുന്ന വചനങ്ങളാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കേരളീയ മനസ്സുകൾ, സുമനസ്സുകൾ ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം കൊടുത്തിട്ടും കാര്യമില്ല, 24 വർഷം കൊടുത്തിട്ടും അത് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ കറങ്ങാൻ. എത്രയോ ആളുകൾ അങ്ങനെ ഇറങ്ങിയവരുണ്ട്, എത്ര ആളുകൾ വീണ്ടും ക്രിമിനൽ മൈൻഡായിട്ട് ഈ സമൂഹത്തിൽ നിലകൊള്ളുന്നവരുണ്ട്. 4-5 വയസ്സുള്ളതാകുന്ന ചെറിയ പെൺകുട്ടിയെ പോലും മൃഗീയമായ നിലയിൽ പീഡിപ്പിക്കുന്നതാകുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് മനസ്സിലാക്കണം. പോക്സോ കേസ് വിധി വന്നിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന ചെയ്തികൾ ചെയ്യുന്നവരെ കേസിൽ അകപ്പെടുത്തണമെന്നുള്ള വിധി വന്നിട്ട് 30 വർഷങ്ങൾ കഴിയാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു വധശിക്ഷയുടെ വിധി വന്നതും എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ട വസ്തുത കൂടിയാണ്. അതും ഒരു ശിശുദിനത്തിൽ തന്നെ ആ വിധി വന്നതും ഒന്നുകൂടി സ്വാഗതാർഹമാണ്. ഇത്തരത്തിൽ തന്നെ മറ്റുള്ള കെട്ടിക്കിടക്കുന്ന കേസുകളൊക്കെ ഈ രീതിയിൽ തന്നെ നല്ല വിധി നടപ്പാക്കി തീർപ്പ് കൽപ്പിക്കട്ടെ എന്നും ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ. ഞാനിത് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാലഘട്ടം. ലൈംഗിക ഇരകളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. നമ്മുടെ മൊബൈൽ ഫോണുകൾ ശ്രദ്ധിക്കാൻ, കുട്ടികളുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ. ഭക്ഷണം കഴിക്കാൻ ഇന്ന് ഉമ്മമാർ മൊബൈലില്ലാതെ പറ്റൂല, അങ്ങനെ തന്നെ ആക്കിക്കളഞ്ഞിരിക്കാൻ. ഈ ഇരിക്കുന്ന 30-40 വയസ്സും അതിന് മുകളിലോട്ടുള്ളവരൊക്കെ ഈ മൊബൈൽ ഫോൺ നോക്കിയിട്ടാണോ ഭക്ഷണം കഴിച്ചത്? അല്ല, നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കിൻ, ഇസ്ലാമികപരമായ ചരിത്രങ്ങൾ പറയിൻ. കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരട്ടെ. പഴയ കാലഘട്ടത്തിൽ ഉമ്മമാർ, ഇനി അതും കേൾക്കാൻ മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടമാണെങ്കിൽ വീട്ടിലുള്ള പൂച്ചയെ മറ്റ് വളർത്തു ജീവികളെ കാണിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നെറ്റിയിൽ മേൽ ഒരു മൊബൈൽ ഫിറ്റ് ചെയ്തിട്ട് അതിൽ കാർട്ടൂണുകൾ കാണിച്ച് കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ട് കഴിയുന്നതാകുന്ന ഒരു തലമുറയായി നമ്മുടെ ഭാര്യമാരും മക്കളുമൊക്കെ മാറിയിരിക്കുന്നു. അത് വലിയ വിപത്താണ് ഉണ്ടാകുന്നത്. കാരണം നിൻ്റെ മൊബൈൽ ഫോണിൽ നീ ഏതെല്ലാം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹു അഅലം. 18+ മുകളിലോട്ട് കാണാൻ പറ്റുന്ന പല കണ്ടൻറ്റുമുണ്ട്, അതൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കാൻ. നീ അല്പനേരത്തേക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ കുട്ടികൾ അതാണ് കാണുന്നത്. അതിൽ അശ്ലീല ചുവയുള്ളതാകുന്ന വീഡിയോകൾ, ക്ലിപ്പുകൾ കണ്ടാൽ പിന്നെ കുട്ടികളുടെ ഹൃദയം അതിലേക്ക് മന്ത്രിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് താല്പര്യം പിന്നെ അതിനോടായി മാറി. ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം, നമ്മൾ മാറണം. അള്ളാഹുവിനങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, ആബിദീങ്ങൾ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളും ആബിദീങ്ങളുമായി കബൂലാക്കണേ അല്ലാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൂറന്ന കാഹളത്തിലൂടെ രണ്ടാമത്തെ ഊത്തങ്ങോട് വരുകയാണ്. വയൗമ യൂഫഖു ഫിസ്സൂർ. ഒന്നാമത്തെ ഊത്തിലൂടെ ജോഗ ജനത മുഴുവനും പേടിച്ചുകൊണ്ട് 40 കൊല്ലത്തോളം പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഊത്തൂതാൻ പറയുകയാണ്, വയൗമ യൂഫഖു ഫിസ്സൂർ ഫസയഖ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ടതായ ഊത്താണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ് നടത്തുന്നത്. രണ്ടാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ എല്ലാ സൃഷ്ടിജാലങ്ങളും ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വജീവജാലങ്ങളും മരിക്കുകയാണ്. രണ്ടാമത്തെ ഊത്തിൻ്റെ പേരാണ് നഫ്ഖത്തുസ് സഅഖ്. എല്ലാവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ്. എല്ലാവരും മരിച്ചു വീഴാൻ. കാരണം ഇവിടെ ഇനി കൗമിനെ ജീവിപ്പിച്ചിട്ട് കാര്യമില്ല, എല്ലാം മോശപ്പെട്ട ജീവിതം.
പച്ച കുത്തിക്കൊണ്ട് നടക്കുന്ന കൗമ്, ശരീരമാസകലം പച്ച കുത്തി നടക്കാൻ അള്ളാഹിൻ്റെ റസൂൽ ശപിച്ച വിഭാഗമാണിത്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽവാശിമാതി വൽ മുസ്തൗശിമാത്. ശരീരം പച്ച കുത്തുന്നവരെയും പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവരെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വന്നാമിസാതി വൽ മുതനമ്മിസാത്. പിരികം പ്ലക്ക് ചെയ്യുന്നവരെ, പിരികം ത്രെഡ് ചെയ്യുന്ന സഹോദരിമാരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച ആളുകളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചതായ വിഭാഗമാ വന്നാമിസാതി വൽ മുതനമ്മിസാത്. എത്രയെത്ര സഹോദരിമാരാണ് സമ്പത്ത് അതിനു വേണ്ടി ചെലവഴിക്കുന്ന സഹോദരിമാരില്ലയോ, പിരികം പ്ലക്ക് ചെയ്യുന്ന മുസ്ലിം അംഗമാരില്ലയോ, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഈ ഖൗമെല്ലാം ഇതാ സൂറന്ന കാഹളത്തിന്റെ രണ്ടാമത്തെ ഊത്തോടുകൂടി സർവരും മരിച്ചു വീഴുകയാണ്. തീർന്ന് എല്ലാവരും മരിക്കാൻ. ഇപ്പം 2 ഊത്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ഊത്ത് എന്തായിരുന്നു? പേടിപ്പിക്കാനുള്ള ഊത്ത്. രണ്ടാമത്തത് മരിപ്പിക്കാനുള്ള ഊത്ത്. ഇനി മൂന്നാമത്തെ ഊത്ത്. ഇത് അതിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെയുള്ള കഴിഞ്ഞു. മൂന്നാമത്തെ ഊത്ത് എന്തിനാത്? നഫ്ഹത്തുൽ ബഅസ്, പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ്. മൂന്നാമത്തെ ഒരു ഊത്തൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് നടത്താൻ വേണ്ടി പറയുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ ഊതുകയാണ്. ഫൈദാഹും ഖിയാമുൻ യൻളുറൂൻ. ആ ഊത്തിലൂടെയാണ് ജനങ്ങൾ പോകുന്നത്. അവരതാ മഹ്ശറയിലേക്ക് പോകുകയാണ്. ഏതാണ് മഹ്ശറ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായതായ ഫലസ്തീനില്ലയോ, ഇസ്രായേലിനെ നരനായാട്ട് നടത്തുന്ന ഇസ്രായേലി സൈനികർ കൊന്നൊടുക്കിയതായ പാവപ്പെട്ട ഗസയുടെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണതായ ചെറുപ്പക്കാരില്ലേ, വൃദ്ധകളില്ലേ, പാവപ്പെട്ടതാകുന്ന മക്കളില്ലേ, ആ നാട് നാളെ അല്ലാഹു മഹ്ശറയാക്കി മാറ്റുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്ര വലിയ നരനായാട്ടാണ് ലോകം കണ്ട ഫാസിസത്തിന്റെ വക്താക്കളായ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികളായി, ഏറ്റവും വലിയ തീവ്രവാദികളായി ബുദ്ധിയുള്ള സർവ്വജീവികളും വ്യക്തമായി അടയാളപ്പെടുത്തിയവരല്ലേ ഇസ്രായേലി സൈന്യമെന്നുള്ളത്? വ്യക്തമല്ലേ? വ്യക്തമല്ലേ? കാരണം അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം നടത്തിയ വ്യക്തിയാണ്, ആവശ്യഘട്ടങ്ങളിൽ യുദ്ധം നടത്തിയതായ വ്യക്തിയാണ്, അതിനുവേണ്ടി പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ്. ആവശ്യമുള്ളതാകുന്ന ഘട്ടമായിരുന്നു അത്. തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയാസം വന്നതായ ഘട്ടം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ വക്താക്കളെ അങ്ങോട്ട് വന്ന് ഉപദ്രവിച്ച ഘട്ടം. പ്രതിരോധത്തിന്റെ മറ തീർത്തതാകുന്ന പ്രവാചകർ അപ്പോഴും സ്വഹാബത്തിനോട് പറയുകയാണ്, ലാ തഖ്തുലൂ വലീദൻ തിഫ്ലാ. സ്വഹാബത്തെ, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോ ചെറിയ കുട്ടികളെ ഒന്നും ചെയ്യരുതേ, ചെറിയ കുട്ടികളെ അടിക്കരുതേ, അവരെ തൊഴിക്കരുതേ, അവരെ വെട്ടരുതേ, മുറിവേൽപ്പിക്കരുതേ. ലാ തഖ്തുലൂ വലീദൻ തിഫ്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. വലംറഅത, ഒരു പെണ്ണിനെയും ഉപദ്രവിക്കരുതേ, അത് ചെറുതാവട്ടെ വലുതാകട്ടെ, ഒരു പെണ്ണിനെയും നിങ്ങൾ യുദ്ധത്തിൽ ഉപദ്രവിക്കരുതേ. വലാ ശൈഖൻ കബീറ, പ്രായം ചെന്നതാകുന്ന പുരുഷന്മാരെയും ഒന്നും ചെയ്യരുതേ. ഇസ്രായേലി സൈന്യം നടത്തുന്നത് എന്താണ്? ലോകം മുഴുവനും ഐക്യരാഷ്ട്ര സഭയും ലോകത്തുള്ളതാകുന്ന സർവ്വരാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒന്നടങ്കം ചെയ്യരുതേ, ഈ കിരാതമാകുന്ന നടപടി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പോലും അവിടെയുള്ള ചെറിയ കുട്ടികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് കഴുത്ത് നെരിച്ചു കൊന്നുകളയല്ലയോ, അവർക്കെതിരെ വെടിയുതിർക്കുകയല്ലയോ, വൈറ്റ് ഫോസ്ഫറസ് അടക്കമുള്ളതാകുന്ന മാരകമാകുന്ന വിഷാംശങ്ങൾ നിറച്ചിട്ടുള്ളതാകുന്ന ആണവായുധങ്ങൾ അവരുടെ മേൽ ചൊരിയുകയല്ലയോ. തലമുറകൾ നശിക്കുകയാണ്,
വീടുകൾ ഇല്ലാതാവുകയാണ്. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന പാവപ്പെട്ട മക്കളെ എടുത്ത് നെഞ്ചോടെടുത്തുകൊണ്ട് പ്രിയം ചെന്ന വാപ്പ ഉമ്മമാര് പൊട്ടിക്കരയുകയാണ്, വാവിട്ട് നിലവിളിക്കുകയാണ്. എന്തൊരു രംഗമാണ്! സുബ്ഹാനല്ലാഹ്. മയ്യത്ത് കുളിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് രക്തം തളം കെട്ടി കിടക്കുന്ന അവസ്ഥ. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്നതായ ബോഡിയാണ്. നേരെ ചൊവ്വയൊന്നും കുളിപ്പിക്കാൻ പറ്റുന്നില്ല. ആ സമയത്തും അവരിൽ ഈമാനുണ്ട്. കണ്ടില്ലേ എത്രയോ വീഡിയോ ചിത്രങ്ങൾ. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന സഹോദരിയുടെ തലയിൽ തുണിയിട്ട് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈമാനല്ലയോ നമ്മൾ കേരളത്തിൽ മുസ്ലിം സഹോദരിമാർക്ക് തലയിൽ തട്ടം ഇടേണ്ടതില്ല എന്ന് വാദിക്കുന്നവരുള്ള കാലഘട്ടമാണ്. അത്തരത്തിലുള്ള ഫെമിനിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ആവശ്യമില്ലാത്ത ദീനിനെതിരെയുള്ള വർത്തമാനങ്ങൾ, വിവരമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്ന കാലഘട്ടമാണ്. എന്നാൽ ഖുർആൻ തലയിൽ തട്ടമിടണമെന്ന് വ്യക്തമായി പഠിപ്പിച്ചതാണ്. യാ അയ്യുഹൻ നബിയോ ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. നബിയേ തങ്ങൾ ഈ സമൂഹത്തോട് പറയണേ, ലോകത്തുള്ള മുസ്ലിം അംഗമാരോട് പറയണേ, അതിനു മുമ്പ് തന്നെ തങ്ങളുടെ ഭാര്യമാരോട്, തങ്ങളുടെ പെൺമക്കളോട്, ലോകത്തുള്ള സർവ്വ മുസ്ലിം അംഗമാരോടും തങ്ങളൊരറിയിപ്പ് കൊടുക്കണേ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. സ്ത്രീകൾ അവരുടെ തലയിലിട്ടിരിക്കുന്ന തട്ടം മുഖപടലമൊന്ന് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അന്യപുരുഷന്മാരിൽ നിന്ന് പരിപൂർണമായി മറപാലിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ذلك أدنى أن يعرفن فلا يؤذين. എന്തിനാണ് തലയിൽ തട്ടമിടാൻ പറഞ്ഞത്? എന്തിനാണ് മറച്ച് നടക്കാൻ പറഞ്ഞത്? എന്തിനാണ് ഒരു പെണ്ണ് പരപുരുഷന്മാരിൽ നിന്ന് മറ പാലിക്കാൻ വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്? പെങ്ങളെ, അള്ളാഹ്ക്ക് പുണ്യം കിട്ടാനല്ല, റസൂലുള്ളാഹിക്ക് ഒരു പുണ്യവുമില്ല, ലോകത്തുള്ള ഒരു അമ്പിയാക്കൾക്കും അതിലൂടെ ഒരു പുണ്യവുമില്ല, മറിച്ച് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. രണ്ട് കാര്യങ്ങൾ അള്ളാഹു ഉയർത്തിപ്പിടിക്കുകയാണ്. ഒന്ന്, പതിവ്രതയുള്ളതാകുന്ന സ്ത്രീകളുടെ ലക്ഷണമാണ് തലമറച്ച് നടക്കൽ, ഔറത്ത് മറച്ച് നടക്കൽ, തലമരിപൂർണമായി മറച്ച് നടക്കൽ. അത് പരിപൂർണമായി മറച്ച് നടന്നാൽ പതിവ്രതയുള്ള പെണ്ണാണെന്ന് ലോകമറിയുമേ. രണ്ട്, അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, അവളെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ്. ലോകത്ത് ഒരാളും അവളെ ശല്യം ചെയ്യുകയില്ലത്രേ, പരിപൂർണമായി ഔറത്ത് മറച്ച് നടന്നാലെങ്കിലെന്ന് വിശുദ്ധമായ ഖുർആൻ. അതല്ലേ കമലാസുരയ്യ പോലും ഒരു കാലഘട്ടത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലുണ്ടായിരുന്നതായ വലിയ കവയിത്രിയും രചയിതാവുമായിരുന്നവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ചാലാ മാർക്കറ്റ് എന്ന തിരുവനന്തപുരത്തെ മാർക്കറ്റിലൂടെ പരിപൂർണമായി തലമറച്ചുകൊണ്ട്, ശരീരം മറച്ചുകൊണ്ട്, ഹിജാബ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ എനിക്ക് പരിപൂർണമായ സുരക്ഷിതത്വം ഉറപ്പാണ്. ആരാണ് പറഞ്ഞത്? ഒരു കാലഘട്ടത്തിൽ അവിശ്വാസികളായി നിലകൊള്ളുകയും ധാരാളം എഴുത്തുകൾ ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത് അവസാനം ഷഹാദത്ത് കലിമ ചൊല്ലി വിശുദ്ധ ഇസ്ലാമിൻ്റെതായ തൂവള്ള പതാക കയ്യിലേന്തിയതുപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ ശാന്തര തീരത്തേക്ക് കടന്നു വന്ന് മുസ്ലിമത്തായി ജീവിച്ച് മുഅ്മിനത്തായി മരണപ്പെട്ടു പോയതാകുന്ന കമലാസുരയ്യ ലോകത്തോട് വിളിച്ചു പറയുകയാ, എനിക്ക് ഇത്തരത്തിലുള്ളതാകുന്ന സൗകര്യം കിട്ടിയത് ഈ പർദ അണിഞ്ഞപ്പോഴാണ്. ഇവിടെ ചിലർ ചാനലിരുന്നിട്ട് പറയാണ് സ്ത്രീകൾക്ക് തലമറയ്ക്കാൻ ഖുർആനിൽ ഇവിടെ ആയത്തില്ല. അങ്ങനെ ഒരു ആയത്ത് കണ്ടിട്ടില്ല എന്ന് പറയാം. ഇനി നിങ്ങൾ കുൽഹുവല്ലാഹ് കണ്ടേക്കുന്നോ? കുൽഹുവല്ലാഹ് കണ്ടവരെങ്കിലല്ലേ ബാക്കിയുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ് പോലും കാണാത്തവരാണ് ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പറച്ചിലേട്ടവർക്കും ഖുർആൻ മുഴുവൻ കലക്കി കുടിച്ച് ലേഹിയായിട്ട് അടിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് അറിവുള്ളവർ പറയട്ടെ, വിവരമില്ലാത്തവർ മിണ്ടാതിരിക്കട്ടെ. ദീൻ പഠിച്ചവർ പറയും, അല്ലാത്തവർ മറ്റുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് മിണ്ടാതിരിക്കൽ. ദീനിലേക്ക് കയറി പറയാതെ.
അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കൾ തലമറയ്ക്കുന്നതിൽ പിറകോട്ടാണ്. മറയ്ക്കണോ വേണ്ടോ എന്നുള്ള ചർച്ചയിലാണ്. പലസ്തീനിൻ്റെ മക്കൾ തൻ്റെ പ്രിയപ്പെട്ട മാതാവ് അപകടത്തിൽപ്പെട്ടുകൊണ്ട് കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയതാകുന്ന പ്രിയപ്പെട്ട സഹോദരിയെ പുറത്തെടുത്ത് കൊണ്ടുപോകുമ്പോൾ തല മറച്ചു കൊണ്ടുപോകുകയാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോഴേ കയ്യിലുള്ള ഒരു തുണി തലയിലിട്ട് കൊടുക്കാൻ വീഡിയോ പ്രചരിക്കുകയാണ് ഇന്ന് സമൂഹത്തിൽ. അതാണ് അവരുടെ ഈമാൻ, അവരുടെ ഈമാൻ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളൊരു സാദാ സീത മണ്ണായിട്ട് പലസ്തീനിനെ കാണരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ അറാദ അയ്യൻളുറ ഇലാ ബുഖഅത്തിൻ മിൻ ബിഖാഇൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒരു സ്ഥലം നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് കാണണമെന്ന് ആശയുണ്ടോ, ഫല്ലൻളുറ ഇലാ ബൈത്തുൽ മഖ്ദസി, പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സയിലേക്ക് നോക്കണേ, നോക്കണേ. ജെറുസലേമിലുള്ള മുസ്ലിമീങ്ങളുടെ ഒന്നാം ഖിബലയായ മൂന്നാം ഹറമായി പവിത്രമാക്കിയതായ മസ്ജിദുൽ അഖ്സയിലേക്കൊന്ന് നോക്കണേ. സ്വർഗീയ സ്ഥലമാണതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സ്വർഗം കണ്ടെടുത്തവർ സ്വർഗം കാണണമെങ്കിൽ അത് നോക്കണം, ബൈത്തുൽ മുഖദ്ദസ് നോക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കണ്ടവരുണ്ടോ? ബൈത്തുൽ മുഖദ്ദസ് കണ്ടവരെന്ന് കൈ ഉയർത്തിക്ക്. അവിടെ ഒരു ഉമ്മ ഉണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരാളെങ്കിലും ഉണ്ടല്ലോ. അള്ളാഹു നമുക്കൊക്കെ പോകാൻ തൗഫീക്ക് തരട്ടെ. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സ്ഥാനമുള്ള പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. മനസ്സിലാക്കണം, ഒന്നാം സ്ഥാനം പരിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്നതാകുന്ന മസ്ജിദുൽ ഹറാം. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10,000 കോടി റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമുണ്ട് എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്താൻ. എവിടെ? കഅബയുടെ പരിസരത്ത് മസ്ജിദുൽ ഹറാമിൽ ഒറ്റ റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 ഉണ്ടെന്ന ഹദീസിലും ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അത് വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫയിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഷാഫി മദ്ഹബിൻ്റെ ആധികാരിക ഗ്രന്ഥം. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10,000 കോടി റക്അത്ത് നിസ്കരിച്ച നേട്ടം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാകുന്നുണ്ടോ? മസ്ജിദുൻ നബവിയിൽ മദീനത്തെ പള്ളിയിലോ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. മസ്ജിദുൽ അഖ്സ ഈ പറഞ്ഞ പലസ്തീനിലെ ജെറുസലേമിലെ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. മറ്റുള്ള സ്ഥലങ്ങളിൽ 1000 റക്അത്ത് നിസ്കരിച്ച നേട്ടം ആ പള്ളിക്കകത്ത് ഒറ്റ റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പോയി നിസ്കരിക്കണം, നമ്മൾ അവിടെയൊക്കെ പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിലർ മക്കയിലും മദീനയിലും പോയിട്ടുണ്ടാവും അല്ലേ? പോയിട്ടുള്ളവരില്ലേ? ഒന്ന് കൈയുയർത്തിക്കാൻ നോക്കട്ടെ, എത്ര പേരുണ്ട്? അൽഹംദുലില്ലാ. അള്ളാഹു നമുക്കെല്ലാവർക്കും പോകാൻ തൗഫീഖ് നൽകട്ടെ. അത് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനമാണ് ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. ഈ 3 പള്ളികളിലേക്ക് ഈ മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം യാത്ര തിരിക്കാൻ, കൂലി പ്രതീക്ഷിച്ച്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ നാട്ടിലുള്ളതാകുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഭരണം നടത്തി മുന്നേറവേ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ മാരകമാകുന്ന രോഗം പിടിപെട്ടു. ഞാൻ നിർത്താൻ 2 മിനിറ്റ് കൂടി ഇരിക്കൂലേ? വേഗം നിർത്താം. എന്തായാലും ഇത്രയും ദൂരം വന്നു, ഇവിടം വരെ വന്നിട്ട് എന്തെങ്കിലും പറയണ്ടേ? പൈസയിലെ പറയണം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നിങ്ങൾക്ക് സമയമില്ലേ? ബുദ്ധിമുട്ടാണോ? നാളെയും പ്രസംഗം ഉണ്ടല്ലേ? നിർത്താം, പറഞ്ഞൂടെ? 2 മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അധികം നീട്ടുന്നില്ല. ഇസ്രായേൽ അടക്കമുള്ളതാകുന്ന പ്രവിശ്യ രാജാവായി ഭരണം നടത്തുകയും അതോടൊപ്പം തന്നെ പ്രവാചകത്വവും ലഭിച്ച വ്യക്തിയാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും, ദാവൂദ് നബി അലൈഹിസ്സലാം. അങ്ങനെ നല്ല രീതിയിൽ ഭരണം നടത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ നല്ല സമ്പൽ സമൃദ്ധിയാണ്, നല്ലതുപോലെ കാശ്, നല്ല സമ്പത്ത്, നല്ല ലെവലിലാണ്. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായി അഹങ്കാരികളായി മാറും. അങ്ങനെയാണല്ലോ, പൈസ കൂടുമ്പോൾ ധിക്കാരാണ്. പിന്നെ അള്ളാഹെ വേണ്ട. പൈസ ഒന്നും ഇല്ലെങ്കിൽ പള്ളിക്കകത്ത് എപ്പോഴും ഉണ്ട്, സാധേ ഒന്ന് ദുആ ചെയ്യണം. പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ പള്ളിയില്ല, മദ്രസയില്ല, ദീനുമില്ല, ഒന്നുമില്ല, ഇറങ്ങിപ്പോലെ തന്നെ അഹങ്കാരികളായി മാറും. പണം കൂടുമ്പോൾ അങ്ങനെയാണ്.
ഈ ഒരു അവസ്ഥയിലേക്ക് അവർ മാറിയപ്പോൾ അള്ളാഹു വലിയ പരീക്ഷണം കൊടുത്തു. കോവിഡ് പോലെയുള്ള വലിയൊരു മഹാമാരി കൊടുത്തു. 1,70,000 ആളുകൾ മരണപ്പെട്ടു പോയി ഇസ്രായേലി ജനതയിൽ. അങ്ങനെ മരിച്ച സമയത്താണ് ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, നമുക്കൊരു പള്ളി പണിയണം. ആ പള്ളി പണിയലിലൂടെ ഇൻഷാ അല്ലാഹ് എല്ലാ വിപത്തും മാറും. അങ്ങനെയാണ് അവരാദ്യമായി മസ്ജിദുൽ അഖ്സ പണിയാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പണി തുടങ്ങി. ദാവൂദ് നബി അലൈഹിസ്സലാമിനോളം ഒരു മനുഷ്യൻ്റെ പൊക്കത്തോളം വലിപ്പമെത്തിയപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം വഫാത്തായി. പള്ളി ഒരാൾ പൊക്കത്തിലെത്തി. ആ സമയത്തേക്ക് ദാവൂദ് നബി അലൈഹിസ്സലാം വഫാത്തായി. പിന്നീട് ആ പള്ളിയുടെ പണി പൂർത്തീകരിച്ചത് മഹാനായ സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ, അടുത്ത ചക്രവർത്തിയായി വന്ന വ്യക്തി, ലോകം മുഴുവൻ അടക്കി ഭരിച്ച വ്യക്തി സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് എന്ത് പണിതത്? വിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സ പണിത് പൂർത്തീകരിച്ചത്. ആദ്യമായി പണിതത് ആദം നബി അലൈഹിസ്സലാമാണ്. ഫൗണ്ടേഷൻ ഇട്ടത്, അത് കഅബയ്ക്കും ഇട്ടത് അദ്ദേഹമാണ്. 40 കൊല്ലത്തിന് ശേഷം വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിനും ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കഅബയ്ക്ക് പിന്നീട് പണിതത് ആര്? സയ്യിദുന ആദം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ശീസ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അങ്ങനെ ധാരാളം ആളുകൾ അത് പണിത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനും ഇസ്മായിലും കൂടിയാണ് അത് പൂർത്തീകരിച്ചത്. എന്നതുപോലെ കഅബ പണിത് 40 കൊല്ലത്തിന് ശേഷം ഫൗണ്ടേഷൻ ഇട്ടു ആദം നബി അലൈഹിസ്സലാം, പ്രഥമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം. അതേ സ്ഥലത്ത് തന്നെ പള്ളി പണിതു, ഒരാൾ പൊക്കമെത്തിച്ചു, സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം. അത് പണിത് പൂർത്തീകരിച്ചു സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം. മസ്ജിദുൽ അഖ്സ ആരാ പണിതത്? സുലൈമാൻ നബി അലൈഹിസ്സലാമിനോടൊപ്പം അന്നുണ്ടായിരുന്നത് മനുഷ്യരും മലക്കുകളും കൂടിയിട്ടാണ്. ഇന്നും നിങ്ങൾക്ക് ആ പള്ളി പോയി കാണുമ്പോഴറിയാം, അതിൻ്റെ മുകളിലത്തെ ഭാഗവും താഴ്ഭാഗത്തുമൊക്കെയുള്ള ഭീകാരമായ വലിയ കല്ലുകൾ, വലിയ പാറക്കല്ലുകൾ. ഒരു മനുഷ്യൻ അവിടെ കൊണ്ടുപോയി അത് വെക്കാൻ പറ്റൂല. വലിയ കല്ലുകൾ. അത് ആര് കൊണ്ടുവന്ന് പണിതതാണ്? ജിന്നുകൾ കൊണ്ടുവന്ന് പണിതതാണ്. ജിന്നുകളുടെ സഹായത്താൽ പണിത് തീർത്ത പള്ളി കൂടിയാണ് ഏത്? മസ്ജിദുൽ അഖ്സ. അറിയണം നമ്മൾ. ആ പള്ളി പണിതതിന് ശേഷം അതിനകത്ത് കയറി നിസ്കരിച്ചു ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലമ്മാ ഫറഗ സുലൈമാനു മിൻ ബിനാഇ ബൈത്തിൽ മഖ്ദസി, പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ പണിതതിനു ശേഷം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പള്ളിക്കുള്ളിൽ കയറിയിട്ട് സല്ലാഫി, അതിനുള്ളിൽ നിസ്കരിക്കുകയാണ്. വദഅ ഇലല്ലാഹി സലാസ ദഅവാ, ആ പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ട് 3 പ്രാർത്ഥന നടത്തുകയാണ്. പള്ളിക്കുള്ളിൽ നിന്നിട്ട് 3 ദുആ. അടുത്ത കൊല്ലം പറയാം നമുക്കത്, തീരത്തില്ല. അല്ലെങ്കിൽ 3 ദുആ അവിടെ വെച്ച് ചെയ്തത്. ഏതാണ് ആ 3 ദുആ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹുക്മൻ യുസാദിഫു ഹുക്മി, അല്ലാഹുവേ പടച്ച റബ്ബേ, ന്യായമായി വിധിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ജനങ്ങൾ കേസുമായി വരുമ്പോൾ അതിൽ ന്യായമായ വിഷയങ്ങൾ കൊണ്ട് വിധിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. രാജാവാണല്ലോ, അതുകൊണ്ട് എപ്പോഴും പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ മുഴുവനും ന്യായയുക്തമായി വിധിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഒന്നാമത്തെ ദുആ അതാണ്. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. മൊത്തം എത്ര ദുആ ഉണ്ട്? മൊത്തം 3 ഇന്ന്. 3 ഊത്ത്, 3 ദുആ, എല്ലാം 3 കളിക്കുകയാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. രണ്ടാമത്തെ ദുആ ഇതാണ്. ബഹുമാനപ്പെട്ടതാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, വമുൽകൻ ലാ യംബഗീ ലിഅഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഒരാൾക്കും എൻ്റെ ഈ അധികാരം നീ കൊടുക്കരുത് അല്ലാഹ്. ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരമാണ് അല്ലാഹു സുലൈമാൻ നബിക്ക് കൊടുത്തത്. ഈ ഒരു അധികാരം ഇനി ഒരാൾക്കും നീ കൊടുക്കരുത് റബ്ബേ, ഇനി ഒരാൾക്കും നൽകരുത് അല്ലാഹ്. وملكا لا ينبغي لأحد من بعدي,
അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുകയാണ്. ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ളതായ അവസരം അല്ലാഹു നൽകിയത് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. പല ചക്രവർത്തിമാര് കടന്നു വന്നിട്ടുണ്ടെങ്കിലും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ അധികാരം പോലെ ലോകത്ത് ഒരാൾക്കും സ്വായത്തമാക്കാൻ പറ്റിയിട്ടില്ല. ഇനി അമേരിക്കയും റഷ്യയും ഫ്രാൻസും സർവ്വരാജ്യങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭരണം നടത്തിയാലും ബഹുമാനപ്പെട്ട സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്ത അധികാരം കിട്ടുകയേ ഇല്ല. ലോകം മുഴുവനും അടക്കി ഭരിച്ചു സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. അതെവിടെ ഇരുന്ന് ചോദിച്ചു വാങ്ങിയതാ? മസ്ജിദുൽ അഖ്സയുടെ അകത്തളത്തിൽ നിസ്കരിച്ചിട്ട് ദ്വാരക്കാൻ പള്ളി പണിത് ഉദ്ഘാടിച്ചു. ആര് തന്നെ? സുലൈമാൻ നബി അലൈഹിസ്സലാം. ഉദ്ഘാടനം നിർവഹിച്ചിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ദ്വാരക്കുക. ആദ്യം ദ്വാരുന്നത് അല്ലാഹുവെ ന്യായമായി വിധിക്കാൻ തൗഫീക്ക് തരണേ. രണ്ടാമത് ദ്വാ ചെയ്തു, അല്ലാഹുവെ എനിക്ക് നൽകിയ അധികാരം ഇനി ആർക്കും കൊടുക്കരുതേ അല്ലാഹുവെ. മൂന്നാമത്തത് നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാം മൂന്നാമതായി ദുആ ചെയ്തു, വഅല്ലാ യഅതിയ ഇലാ ഹാദൽ മസ്ജിദി അഹദുൻ ലാ യുരീദു ഇല്ലാ സ്വലാത ഫീ ഇല്ലാ ഖറജ മിൻഹു കയൗമി വലദതുഹു ഉമ്മുഹു. അല്ലാഹുവേ, പടച്ച റബ്ബേ, ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്നായിരുന്നാലും ഈ പലസ്തീനിലെ, ഈ ജെറുസലേമിലെ, ഈ പവിത്രമായ മസ്ജിദുൽ അഖ്സയിലേക്ക്, ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആരൊരുവൻ 2 റക്അത്ത് നിസ്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ കടന്നു വരുന്നു, അവൻ നിസ്കരിച്ചിട്ട് ഈ പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വമുള്ളവരാക്കി മാറ്റണേ അല്ലാ. ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് പോയാൽ പാപ സുരക്ഷിതത്വം കൊടുക്കണേ അല്ലാ. ആര് ദുആ ചെയ്തു? ആര് ദുആ ചെയ്തു? സുലൈമാൻ നബി അലൈഹിസ്സലാം. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ എത്തി 2 റക്അത്ത് നിസ്കരിച്ചാൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? നിസ്കരിച്ച് കൂലി കിട്ടും. എന്ത് കിട്ടും? പാപസുരക്ഷിതത്വം കിട്ടും. അതല്ലേ വേണ്ടത്? അള്ളാഹു തൗഫീക്ക് തരട്ടെ. പാപസുരക്ഷിതത്വം കിട്ടുന്ന മറ്റൊരു അമല് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണത്? ഇതേപോലെ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ആകുമെന്ന് പറഞ്ഞ ഒരു അമലുണ്ട്. ഏതാണത്? ഹജ്ജ്. ഹജ്ജ് അങ്ങനെയല്ലേ പറഞ്ഞത്? നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലയോ, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു സദഖ റസൂലുള്ളാഹി. ഹജ്ജ് ചെയ്തവരെ, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതത്വമാ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലെത്തി, ഫലസ്തീനിന്റെ മണ്ണിലെത്തി 2 റക്അത്ത് പള്ളിക്കകത്ത് നിസ്കരിച്ചവരെ, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വമുണ്ടെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക് കേട്ട് പരിശുദ്ധമായ മദീനയിൽ നിന്ന് 2000 കിലോമീറ്ററുകൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനല്ലേ, മുത്തബിയു സുന്ന എന്ന പേര് തീർക്കപ്പെട്ട സ്വഹാബിയല്ലേ, പരിശുദ്ധമാക്കപ്പെട്ട ജെറുസലേമിലേക്ക്, പവിത്രമായ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. പള്ളിക്കകത്ത് കയറുകയാണ്. 2 റക്അത്ത് നിസ്കരിക്കുകയാ, പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ നാട്ടുകാര് ഭക്ഷണം കൊടുക്കുന്നു, പാനീയം കൊടുത്ത് സൽക്കരിക്കുന്നു. ഒന്നും കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ഈ പള്ളിയിലേക്ക് വരേണ്ടത് കൂലി പ്രതീക്ഷിച്ച് മാത്രമാ, കഴിക്കാനല്ല, കുടിക്കാനല്ല. കഴിക്കാനും കുടിക്കാനുമുള്ള സ്ഥലങ്ങൾ വേറെയാണ്. ഈ പള്ളിയുടെ പരിസരങ്ങളിലേക്ക് വരേണ്ടത് കേവലം നിസ്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ്. എങ്കിലേ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വം കിട്ടുകയുള്ളൂ എന്ന് എൻ്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. ഞാനതുകൊണ്ട് ഇവിടെ നിന്ന് കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു.
2000 കിലോമീറ്റർ സഞ്ചരിച്ച് പോയി നിസ്കരിച്ചിട്ട് ആ പള്ളിയുടെ പരിസരത്ത് നിന്നൊന്നും കഴിക്കാനോ കുടിക്കാനോ നിൽക്കാതെ പോയി സയ്യിദുന അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. എന്തിന്? ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതത്വം കിട്ടണമെങ്കിൽ എന്ത് ലക്ഷ്യം മാത്രമായിരിക്കണം? ഇവിടെ നിസ്കരിക്കൽ മാത്രമായിരിക്കണം. അതാ കഴിക്കാനും പർച്ചേസും അല്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4 സ്ഥലങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് മാറ്റുമേ. ഒന്ന് കഅബയാണ്, മറ്റൊന്ന് എൻ്റെ മദീനയാണ്, മൂന്നാമത്തേത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയാണ്, നാലാമത്തേത് സിറിയയുടെ തലസ്ഥാനമായ ദമസ്കസ് ആണെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് മാറ്റും അള്ളാഹു. ഏത് സ്ഥലത്തെ? കഅബയെ, മദീനയെ, പിന്നെ പലസ്തീനിലെ മസ്ജിദുൽ അഖ്സയെ, നാലാമത്തത് ഡമസ്കസ് എന്ന് പറയുന്ന ഗ്രാമത്തെ. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യഅതി ദജ്ജാലു ഇലാ അർബഅതി അമാകിന. 4 സ്ഥലങ്ങളിലേക്ക് ദജ്ജാൽ കടക്കൂല. 4 സ്ഥലങ്ങളിലേക്ക് ദജ്ജാലിന് പ്രവേശനമില്ല. ഒന്ന് പരിശുദ്ധമായ കഅബയാണ്, മറ്റൊന്ന് എൻ്റെ മദീനയാണ്, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സയാണ്, നാലാമത്തത് തൂർ സീനാ പർവതമാണ്. നാലാമത്തത് ഏതാ? തൂർ സീനാ മല. മൂസാ നബി അലൈഹിസ്സലാം സംസാരിച്ചതാകുന്ന മലയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ദജ്ജാൽ വരൂല. ഏതാ ഈ ദജ്ജാൽ? നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനിൽ മസീഹി അദ്ദജ്ജാൽ. ലോകത്ത് കടന്നു വന്നിട്ടുള്ള സർവ അമ്പിയാക്കളും സർവ മഹത്തുക്കളും അവരുടെ സമൂഹത്തോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടത്രേ, ദജ്ജാൽ വരുമേ. ആദം നബി മുതൽ നബിയുനാ റസൂലുള്ളാഹി. എല്ലാ നബിമാരും പറഞ്ഞു ദജ്ജാൽ വരും. ഇങ്ങനെ പേടിപ്പിച്ചിരിക്കുകയാണ്. ദജ്ജാൽ എപ്പോഴാണ് വരുന്നത്? നമ്മുടെ അവസാന കാലഘട്ടത്തിലാണ് വരിക. ആ ദജ്ജാൽ പ്രവേശിക്കാത്ത സ്ഥലം വലിയ വിഷയമാണ്. ദജ്ജാൽ ലാ യഅതി ദജ്ജാലു ഇലാ അർബഅതി അമാകിൻ. 4 സ്ഥലങ്ങളിലേക്ക് ദജ്ജാൽ കടക്കൂല. ഒന്ന് കഅബയാണ്, 2 മദീനയാണ്, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സയാ, നാലാമത്തത് തൂർ സീനാ മലയാണ്. وكلم الله موسى تكليما. അള്ളാഹു മൂസാ നബിയുമായി സംസാരിച്ചതായ തൂർ സീനാ മല, അതാണ് ഏത് പർവ്വതം? തൂർ സീനാ പർവ്വതം. അവിടേക്ക് ആര് വരൂല? ദജ്ജാൽ വരൂല. അവിടെയും എന്തിനെ എണ്ണി? അതാണ് നമ്മുടെ വിഷയം. ഏതിനെ? ബൈത്തുൽ മുഖദ്ദസ്. എന്തിനാ മുസ്ലിമീങ്ങൾ ഇങ്ങനെ കടന്ന് ദ്വാരക്കുന്നതെന്ന് ആളുകൾ ചിലർ ചോദിക്കാറുണ്ട്. എപ്പോഴും വേറെ ഒരു രാജ്യത്തും ഇങ്ങനെ ദ്വാരക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. നമുക്ക് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അവ്വൽ കിബിലയായിരുന്നു, ആദ്യ കിബില അതായിരുന്നു. ഏത്? പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സ. പിന്നീട് തിരിച്ചതാണ് പവിത്രമാക്കപ്പെട്ടതാകുന്ന കഅബയിലേക്ക്. ഖുർആൻ അത് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്നതായ നബിയേ, ഇനി പരിശുദ്ധമായ കഅബയിലേക്ക് ഇനി കാലാകാലം തിരിഞ്ഞു നിന്നതുകൊണ്ട് നിസ്കരിക്കണേ. ആദ്യ ഖിബില ഏതായിരുന്നു? മസ്ജിദുൽ അഖ്സയായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ 3 ഹറമുകൾ. ഒന്നാമത്തെ ഏറ്റവും പവിത്രമായതാണ് ഏത്? കഅബ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറാം. രണ്ടാമത്തത് ഏതാണ്? മസ്ജിദുൻ നബവി, മദീനത്തെ പള്ളി. മൂന്നാമത്തെ ഹറമാണ് ഏത്? മസ്ജിദുൽ അഖ്സ.
ഒന്നാം കിബിലയും മൂന്നാം ഹറമുമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈത്തുൽ മുഖദ്ദസ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗല. അല്ലാഹു മസ്ജിദുൽ അഖ്സയെ പരിശുദ്ധമായ ഖുർആനിൽ എടുത്തു പറഞ്ഞതായ നാമമാ മസ്ജിദുൻ നബവി എന്നല്ല പറഞ്ഞത്, മസ്ജിദുൽ അഖ്സ. അല്ലാഹു പേര് പറഞ്ഞ പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. ഖുർആനിൽ പേര് പറഞ്ഞതാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ ആവശ്യമില്ലാത്ത പറയൂല, പറയേണ്ടതേ പറയൂ, ആവശ്യമില്ലാത്തതൊന്നും പറയൂല. അതാണ് ഖുർആൻ. മൂജസാൻ, കുറഞ്ഞ വാക്കേ പറയൂ, വിശാലമായ അർത്ഥതലത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ് ഖുർആൻ. അങ്ങനത്തെ ഖുർആനിൽ തന്നെ അള്ളാഹു മസ്ജിദുൽ അഖ്സ എന്നെടുത്തു പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി. എന്താ പള്ളിയെ പറ്റി പറഞ്ഞത്? ബാറക്കിന ഹൗലഹു, ഭയങ്കര ചുറ്റും ബറക്കത്തുള്ള പള്ളിയാണ്. ചുറ്റും ബറക്കത്തുണ്ടെങ്കിൽ എന്തായാലും ആ പള്ളിക്ക് ബറക്കത്ത് ഉറപ്പാണ്. പള്ളിക്ക് എന്തായാലും ഉണ്ട്. കേൾക്കണോ? ഒരു ഹദീസ് കൂടി നിർത്താൻ, ഈ ഒറ്റ ഹദീസ് കൂടി നിർത്താൻ. ഹദീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാഫി ബൈത്തിൽ മഖ്ദസി മൗളിഉ ശിബിരിൻ ഇല്ലാ വസജദ ഫീഹി നബിയുൻ ഔ ഖാമ ഫീഹി മലക്കുൻ. മസ്ജിദുൽ അഖ്സയിൽ ഒരു ചാണിന് സ്ഥലമില്ല സ്വഹാബ, അവിടെ മലക്കുകൾ നിന്ന് നിസ്കരിച്ച സ്ഥലമാണ്, നബിമാർ സുജൂദ് ചെയ്തതായ സ്ഥലമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദുൽ അഖ്സയുടെ അകത്തളത്ത് ഒരു ചാണ് സ്ഥലമില്ല. അവിടെയൊക്കെ ഒന്നില്ലെങ്കിൽ ആര് നിസ്കരിച്ചിട്ടുണ്ട്? മലക്കുകൾ. അല്ലെങ്കിൽ ആര് സുജൂദ് ചെയ്തിട്ടുണ്ട്? നബിമാർ സുജൂദ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പള്ളിക്കകത്ത് എത്തിയിട്ട് നീ ഓടിയും നടക്കണ്ട, എവിടെയെങ്കിലും ഒന്ന് സുജൂദ് ചെയ്താൽ തന്നെ നിനക്ക് എന്ത് കിട്ടും? നബിമാർ സുജൂദ് ചെയ്ത സ്ഥലമോ മലക്കൾ സുജൂദ് ചെയ്ത സ്ഥലമോ കിട്ടും. അതാണ്. അങ്ങനത്തെ ഒരു സ്ഥലം ലോകത്തില്ല. കാരണം എന്തുകൊണ്ട്? ഇസ്രാ മിഅ്റാജ് രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലെത്തി എല്ലാ അംബിയ മുർസലീങ്ങൾക്കും ഇമാമായി നിസ്കരിച്ചു. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിമാർ ഫുള്ള് അവിടെ നിസ്കരിച്ച. അൽഹംദുലില്ലാ. അള്ളാഹു പോകാനും കാണാനും നിസ്കരിക്കാനും തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം എപ്പോഴും. എന്ത്? അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനൽ മുസ്ലിമീന ഫീ ഫിലസ്തീൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم شتت شمل أعداءنا وأعداءك وأعداءهم يا الله. اللهم دمرهم يا قهار. اللهم فرجهم يا الله. اللهم لا تمكن الأعداء فينا ولا منا ولا تسلطهم علينا بذنوبنا. നമ്മുടെ ദുആ ആയിരിക്കണം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു, നിർത്താൻ. 5 ജീവിതഘട്ടം. 1 കഴിഞ്ഞു. ഇനിയുള്ളത് 3 ഘട്ടങ്ങൾ. 1 ആലമുൽ ബർസഖ്, ഖബർ ജീവിതം. അത് കഴിഞ്ഞ് മഹ്ശറ, അത് കഴിഞ്ഞ് സ്വർഗം അല്ലെങ്കിൽ നരകം. ഇനി അങ്ങോട്ടുള്ള ജീവിതം ക്ലിയർ ആകണമെങ്കിൽ ഇപ്പം ഈ ഇരിക്കുന്ന സ്ഥലം മുതൽക്ക് ഇനി അങ്ങോട്ട് ക്ലിയർ ആവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ക്ലിയർ ആയില്ലെങ്കിൽ പ്രശ്നമാണ്. അവർക്കൊന്നും പേടിക്കണ്ട. ഫലസ്തീനിലെ മക്കൾക്കൊക്കെ ഷഹീദിൻ്റെ കൂലിയാണ്. കാരണം എന്താ? അവരിപ്പോഴും എത്ര അടിപിടി ഉണ്ടായാലും, എന്ത് പ്രയാസമുണ്ടായിരുന്നാലും, എന്ത് വിഷമങ്ങളും ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും, ഇപ്പോഴും അവർ മൈക്കിൻ്റെ മുന്നിൽ വന്നാൽ അവർ കെലിമ ഉച്ചരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. ഷഹീദിൻ്റെ കൂലിയാണ് അവർക്ക്. നമ്മളിവിടെ നിസ്കാരമില്ല, നോമ്പുമില്ല, കള്ളും കുടിച്ച് കഞ്ചാവ് ഓടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് തേരാപ്പാര. എങ്ങനെ നന്നാവാനാണ്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നന്നാവാൻ തീരുമാനിക്കുക ഈ മജ്ലിസിൽ നിന്ന്. അള്ളാഹു നമ്മളെ നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ.